അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന മൊഡ്യൂൾ 2. സോ മൊഡ്യൂൾ 2ൻ്റെ സിലബസാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം മൊഡ്യൂൾ 1 നമ്മൾ നെയിംസ്, സ്കോപ്സ്, ബൈൻഡിങ്സ്, ദെൻ അത്രയും കംപ്ലീറ്റ് ചെയ്തു ഒരു പോർഷൻ. ദെൻ സെക്കൻഡ് പോർഷൻ നമ്മൾ കൺട്രോൾ ഫ്ലോ അതായിരുന്നു. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റായി. മൊഡ്യൂൾ 2ൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വി ആർ ഡീലിംഗ് വിത്ത് എങ്ങനെയാണ് ഡേറ്റ ടൈപ്സ്. ഓക്കെ, ടൈപ്പ് സിസ്റ്റം, ടൈപ്പ് ചെക്കിങ്, പിന്നെ കോമ്പോസിറ്റ് ടൈപ്സ്. കോമ്പോസിറ്റ് ടൈപ്സിൽ വരുന്നതാണ് റെക്കോർഡ്സ്, അറേസ്, സ്ട്രിങ്സ്, സെറ്റ്സ്, റിക്കർസീവ് ടൈപ്സ്, പോയിൻറ്റേഴ്സ്, ലിസ്റ്റ്, ഫയൽസ്, പിന്നെ ഈക്വാളിറ്റി ടെസ്റ്റിങ്ങും അസൈൻമെൻറ്റും ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കായിട്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ വാട്ട് ഈസ് എ ഡേറ്റ ടൈപ്പ്? ഡേറ്റ ടൈപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ which tells the compiler or interpreter how the programmer intends to use the data. സോ ഒരു ഡേറ്റയായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മളൊരു ടൈപ്പ് പറയുന്നുണ്ടെങ്കിൽ, അതായത് ഇഫ് ദർ ഇസ് എ ഡേറ്റ ടൈപ്പ്, ആ ഒരു ഡേറ്റ ടൈപ്പ് ആയിരിക്കും തീരുമാനിക്കുന്നത് ആ ഡേറ്റ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ ഡേറ്റയുടെ ഇൻറ്റൻഡഡ് പർപ്പസ് എന്താണ്. സോ എ ടൈപ്പ് ഓഫ് ഡേറ്റ or a data type is determining the actual purpose or what really the data is intended to do. അതിന് വേണ്ടിയിട്ടാണ് ഡേറ്റ ടൈപ്പ്. ദെൻ മെയിൻ പർപ്പസസ് രണ്ടായിട്ട് നമുക്ക് പറയാം ഡേറ്റ ടൈപ്സിൻ്റെ. ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇംപ്ലിസിറ്റ് കോണ്ടെക്സ്റ്റ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, അതായത് ഇപ്പം നമ്മളൊരു ഡേറ്റയെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തൊരു ടൈപ്പ് പറയുവാണെങ്കിൽ അതതിനെ ഇൻഡയറക്റ്റ്ലി കാണിക്കുന്ന അതിൻ്റെ കോണ്ടെക്സ്റ്റാണ്. ഫോർ എക്സാമ്പിൾ താഴെ എഴുതിയിട്ടുണ്ട്, ഇഫ് എ ആൻഡ് ബി രണ്ട് വേരിയബിൾസ് ഉണ്ട്, അതിൻ്റെ ടൈപ്പ് നമ്മൾ ഇൻറ്റീജറായിട്ട് കൊടുത്തു. ആൻഡ് ദെൻ ലേറ്റർ ഓൺ ഇഫ് യു ആർ പെർഫോമിങ് എ പ്ലസ് ബി, അതിൻ്റെ അർത്ഥം എന്താണ്? ഓക്കെ, രണ്ടും എയും ബിയും എന്ത് ടൈപ്പാണ്? ഇൻറ്റീജർ ടൈപ്പ്. സോ നാച്ചുറലി അതിന് ഇംപ്ലിസിറ്റ് ആയിട്ടൊരു കോണ്ടെക്സ്റ്റ് അവിടെ ഉണ്ടായി, കാരണം നമ്മൾ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അവിടെ ഒരേ ഒരു അർത്ഥമുള്ളൂ, ദാറ്റ് ഈസ് അഡീഷൻ, ആൻഡ് ഇറ്റ് ഈസ് ഓൺലി ഇൻറ്റീജർ അഡീഷൻ ബിക്കോസ് ദ ഡേറ്റ ടൈപ്സ് ഓഫ് എ ആൻഡ് ബി ആർ ഇൻറ്റീജർ ടൈപ്പ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ലിമിറ്റ്സ് ദ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ്. അതായത് ഒരു പർട്ടിക്കുലർ ഡേറ്റയിൽ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഡേറ്റയിൽ പെർഫോം ചെയ്യാവുന്ന ഓപ്പറേഷൻസ് ലിമിറ്റ് ചെയ്യുന്നു. ബിക്കോസ് എന്ത് ടൈപ്പാണ് പറഞ്ഞേക്കണേ, ഏത് ടൈപ്പാണോ ആ ഡേറ്റയ്ക്ക് അല്ലെങ്കിൽ ഡേറ്റാസിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തേക്കണേ, അതിനനുസരിച്ച് അതിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, വി കെ നോട്ട് ആഡ് എ ക്യാരക്ടർ ആൻഡ് റെക്കോർഡ്, അല്ലേ? അത് രണ്ട് ടൈപ്പാണ്, ഡിഫറെൻറ്റ് ടൈപ്സാണ്. അത് കൂട്ട സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് തന്നെ അറിയാം അവിടെ ഒരു ലിമിറ്റേഷൻ വന്നുണ്ടോ, ഒരു ലിമിറ്റിംഗ്. വി ആർ ലിമിറ്റിംഗ് സം ഓപ്പറേഷൻസ് ഓർ we are defining only a set of operations to a particular type. Then type system എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഈ ഹോൾ പ്രോസസ്സ്, വാട്ട് ഈസ് എ ഡേറ്റ ടൈപ്പ്, ഇഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് ഫോളോയിങ് എ പർട്ടിക്കുലർ ഡേറ്റ ടൈപ്പ് എക്സെട്ര. അതായത് എൻ്റെ പ്രോസസ്സ്, ടൈപ്പ് ചെക്കിങ് എല്ലാം വരുന്നത് ടൈപ്പ് സിസ്റ്റത്തിൻ്റെ അണ്ടറാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ മെക്കാനിസം ടു ഡിഫൈൻ ടൈപ്പ്. ഫസ്റ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ മെക്കാനിസം ടു ഡിഫൈൻ ടൈപ്പ്. സോ ഇറ്റ് ഈസ് ഡിഫൈനിങ് ടൈപ്സ് and also it is associating them with the certain language constructs. അപ്പോൾ ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്നു, ആ ടൈപ്പ് certain ലാംഗ്വേജ് കൺസ്ട്രക്ട്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. ഈ ലാംഗ്വേജ് കൺസ്ട്രക്ട്സ് ഏതൊക്കെയാണ്? നെയിംഡ് കോൺസെപ്റ്റ്സ് ആവാം, വേരിയബിൾസ് ആവാം, റെക്കോർഡ് ഫീൽഡ്സ് ആവാം, ഓക്കെ, എക്സെട്ര. ദെൻ ഓൾസോ ടൈപ്പ് സിസ്റ്റത്തിനകത്ത് മെക്കാനിസംസ്. അപ്പോൾ എന്തിനൊക്കെയുണ്ട്? ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്നു, ഈ ടൈപ്പിനെ ലാംഗ്വേജ് ഓർ പ്രോഗ്രാമിംഗ് കൺസ്ട്രക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. അത് കൂടാതെ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് റൂൾസ് for defining what is type equivalence, what is type compatibility, what is type inference. So type സിസ്റ്റത്തിലാണ് ഈ എൻറ്റയറിറ്റി, അതായത് ഇതെല്ലാം കൂടെ വരുന്നത്. ദെൻ വാട്ട് ഈസ് ടൈപ്പ് ഈക്വലൻസ്? ടൈപ്പ് ഈക്വലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഓക്കെ രണ്ട് ടൈപ്സ് അല്ലെങ്കിൽ രണ്ട് വാല്യൂസ് ടൈപ്പിൻ്റെ ബേസിൽ, ഓക്കെ, ദ ടൈപ്സ് ഓഫ് ടു വാല്യൂസ് ആർ സെയിം, എപ്പോൾ ഏത് സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും? ഓക്കെ, വി ആർ സെയിങ് എ ഈസ് ഈക്വൽ ടു ബി ബേസ്ഡ് ഓൺ ദ ടൈപ്പ്. അതെപ്പോൾ, എങ്ങനെ? അതാണ് ടൈപ്പ് ഈക്വലൻസ് റൂൾസിൽ പറയുന്നത്. ദെൻ ടൈപ്പ് കോമ്പാറ്റബിലിറ്റി റൂൾസ്. ടൈപ്പ് കോമ്പാറ്റബിലിറ്റി റൂൾസിനകത്ത് എന്താ ഡിറ്റർമിൻ ചെയ്യുന്നത്? ഓക്കെ, വെൻ എ വാല്യൂ ഓഫ് എ ഗിവൺ ടൈപ്പ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ ഗിവൺ കോണ്ടെക്സ്റ്റ്. അതായത് നമ്മൾ ടൈപ്പ് ഡിറ്റർമിൻ ചെയ്തേക്കണ അനുസരിച്ച് ആ ഡേറ്റയുടെ യൂസേജ് നിങ്ങൾക്ക് അറിയാം. ടൈപ്പ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടൈപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇംപ്ലിസിറ്റ്ലി പറയുകയാണ്. അതുപോലെ അതിനകത്ത് പെർഫോം ചെയ്യാവുന്ന
ഓപ്പറേഷൻസിനെ നമ്മൾ ലിമിറ്റ് ചെയ്യും ഓർ ഡിഫൈൻ ചെയ്യും. ഇത്ര സെറ്റ് ഓഫ് ഓപ്പറേഷൻസേ ആ ഡേറ്റയിൽ പെർഫോം ചെയ്യാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ ടൈപ്പ് കോമ്പാറ്റബിലിറ്റി റൂൾസ് എന്താ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഗിവൺ ടൈപ്പിനനുസരിച്ചാണോ, ഗിവൺ ടൈപ്പിനെ ബേസ് ചെയ്താണോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു കോണ്ടെക്സ്റ്റിലാണോ ഈ കറസ്പോണ്ടിങ് ഡേറ്റേനെ ഉപയോഗിച്ചേക്കണേ. ദാറ്റ് ഈസ് ടൈപ്പ് കോമ്പാറ്റബിലിറ്റി, വെദർ ദ ടൈപ്പ് ഈസ് കോമ്പാറ്റബിൾ വിത്ത് ദ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ആ പറഞ്ഞേക്കുന്ന ടൈപ്പിനനുസരിച്ചുള്ള കോണ്ടെക്സ്റ്റിലാണോ അതിനെ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ടൈപ്പ് കോമ്പാറ്റബിലിറ്റി. ദെൻ ടൈപ്പ് ഇൻഫറൻസ് റൂൾസ് എന്താ ഡിഫൈൻ ചെയ്യുന്നത്? അതായത് ഒരു ടൈപ്പ്, എസ്പെഷ്യലി ഒരു എക്സ്പ്രഷൻ്റെ ഒരു ടൈപ്പ് നമുക്ക് എങ്ങനെ പറയാമെന്നാണ് പറഞ്ഞേക്കണേ, ക്യാൻ ബി ഡിറ്റർമിൻ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്സ് ഓർ സറൗണ്ടിങ് കോണ്ടെക്സ്റ്റ്. അതായത് ചുറ്റും എക്സ്പ്രഷനാണ് ആ കറസ്പോണ്ടിങ് ഓപ്പറൻസിൻ്റെ ടൈപ്പ് വെച്ച് ഓർ അതിൻ്റെ ബേസ് ചെയ്ത് നമുക്ക് ആ എൻ്റയർ എക്സ്പ്രഷൻ ടൈപ്പ് ഇൻഫർ ചെയ്തെടുക്കാം. ദാറ്റ് ഈസ് ഇൻഫറിങ്. ഓക്കെ, type of an expression is inferring based on the type of its constituent parts or the surrounding context. So that is type equivalence rules, type compatibility rules and type inference rules. ഈ 3 റൂൾസും ടൈപ്പ് സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. ദെൻ വരുന്നത് ടൈപ്പ് സിസ്റ്റം. ടൈപ്പ് സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിൻ്റെ ആ ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടർ മെയിൻലി വരുന്ന വാട്ട് ഈസ് ടൈപ്പ് ചെക്കിങ്, ദെൻ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പോളിമോർഫിസം, ദെൻ വി ആർ ഡിഫൈനിങ് ടൈപ്പ്, പല പേഴ്സ്പെക്റ്റീവിൽ ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്നു. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്സ്. ഓക്കെ, ഹൗ ക്യാൻ വി ക്ലാസിഫൈ ടൈപ്സ്, അതായതൊക്കെ ടൈപ്പ് ഉണ്ട്, അതിൻ്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ. ദെൻ ഫൈനലി ഓർത്തോഗണാലിറ്റി. ഓക്കെ, ടൈപ്പ് ബേസ് ചെയ്തുള്ള ഓർത്തോഗണാലിറ്റി. ഓർത്തോഗണാലിറ്റി യു നോ വാട്ട് ഈസ് ഇറ്റ്, മൊഡ്യൂൾ 1 നിങ്ങൾ കണ്ടു. ദെൻ ഹൗ ടൈപ്പിൽ എങ്ങനെയാണ് ഒരു ഓർത്തോഗണാലിറ്റി അച്ചീവ് ചെയ്യുക, ദെൻ അതിനൊരു എക്സാമ്പിൾ. ഓക്കെ, ദെൻ ടൈപ്പ് ചെക്കിങ്. ടൈപ്പ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എൻഷുറിങ് ദാറ്റ് എ പ്രോഗ്രാം ഒബേസ് ദ ലാംഗ്വേജസ് ടൈപ്പ് കോമ്പാറ്റബിലിറ്റി റൂൾസ്. അതായത് ടൈപ്പ് ക്ലാഷ് എവിടെ ഉണ്ടായിട്ടില്ല. ടൈപ്പ് ക്ലാഷ് എന്ന് പറഞ്ഞാൽ എന്താ? എ വയലേഷൻ ഓഫ് റൂൾസ്. അപ്പോൾ ആ ടൈപ്പ് സിസ്റ്റത്തിൻ്റെ അണ്ടറിലുള്ള റൂൾ അനുസരിച്ചാണ് ഒരു പ്രോഗ്രാം ഓടിയേക്കുന്നത്. അത് എൻഷുർ ചെയ്യുന്ന പ്രോസസ്സാണ് ടൈപ്പ് ചെക്കിങ്. ഇഫ് ദർ ഇസ് എ ക്ലാഷ് or if there is a violation of rules, we are terming it as type clash. So what is type checking, what is type clash? Then എങ്ങനെയാണ്, വാട്ട് ഈസ് എ സ്ട്രോങ്ലി ടൈപ്പ് ലാംഗ്വേജ്? എങ്ങനെയാവുക ഒരു ലാംഗ്വേജ് സ്ട്രോങ്ലി ടൈപ്ഡ്? ഇഫ് ഇറ്റ് പ്രൊഹിബിറ്റ്സ് ദ ആപ്ലിക്കേഷൻ ഓഫ് എനി ഓപ്പറേഷൻ ടു എനി ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് നോട്ട് ഇൻറ്റൻഡഡ് ടു സപ്പോർട്ട് ദാറ്റ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ആ പറഞ്ഞേക്കുന്ന ടൈപ്പ്, അതായത് ഒരു നെയിമിന് ഒരു സിംഗിൾ ടൈപ്പ് മാത്രം, വേറെ ഒരു എന്താ പറയുക വിട്ടുവീഴ്ചയില്ല, ഒറ്റ ടൈപ്പ്, ഒരു നെയിം, ഒരു സിംഗിൾ ടൈപ്പ്, ദർ ഈസ് നോ അതർ ചോയ്സസ്. ദാറ്റ് ഈസ് സ്ട്രോങ്ലി ടൈപ്പ് ലാംഗ്വേജ്. ഓക്കെ, ഇതേ കിടക്കുന്നു. നെയിം ഇൻ എ പ്രോഗ്രാമിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓൺലി എ സിംഗിൾ ടൈപ്പ്. ആൻഡ് ഓൾസോ ഈ സ്ട്രോങ്ലി ടൈപ്ഡ് ലാംഗ്വേജിൽ നമുക്ക് സ്റ്റാറ്റിക്കലി ടൈപ്ഡ് എന്നും പറയാം. എങ്ങനെ? ഇഫ്, അതായത് ഒരു ലാംഗ്വേജ് സ്റ്റാറ്റിക്കലി ടൈപ്ഡ് ആവണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഇറ്റ് മസ്റ്റ് ബി സ്ട്രോങ്ലി ടൈപ്ഡ്. Then also its type checking can be performed at compile time. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ that language is statically typed. Okay, then what is type checking, what is type clash, what is strongly typed language, what is statically typed language, then what is not strongly typed language, what is nearly strongly typed language. അപ്പോൾ നോട്ട് സ്ട്രോങ്ലി ടൈപ്ഡ് ലാംഗ്വേജിന് എക്സാമ്പിളാണ് ഫോർട്രാൻ 95. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം it is not strongly typed. That means a variable can have more than, or name can have more than one type. Then ada is nearly strongly typed. What does that means? Okay, it is, or 99% it is strongly typed, but for 1% there is a change. For example, there is a library function in ada termed as unchecked conversion. Okay, unchecked conversion, that is, in some very rare cases we can expect a name to have more than one type. Okay, then next is C and C++. It is not strongly typed. Okay, not strongly typed. Then for that category we have Fortran 95, then C and C++. Okay, the next one is meta language or ML. ML is a rare piece, that is, it is strongly typed. ആൻഡ് ഓൾസോ ഒരു ഫീച്ചറും കൂടി ഉണ്ട് അതിനകത്ത് എക്സ്ട്രാ ആയിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾസ് ആർ ഓൾ സ്റ്റാറ്റിക്കലി നോൺ ഐദർ ഫ്രം ഡിക്ലറേഷൻ ഓർ ഫ്രം ഇസ് ടൈപ്പ് ഇൻഫറൻസ് റൂൾ. അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത് ML ഈസ് സ്ട്രോങ്ലി ടൈപ്ഡ്. ദെൻ C++, Fortran 95 is not strongly typed. Ada, Java and C# is nearly strongly typed. അപ്പോൾ
ഈ എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്തിരിക്കണം. ദെൻ ഡിഫറൻസും, വാട്ട് ഈസ് നോട്ട് സ്ട്രോങ്ലി ടൈപ്പ്, വാട്ട് ഈസ് നിയർലി സ്ട്രോങ്ലി ടൈപ്പ്, what is strongly typed, what is statical and statically typed. Okay, then dynamic type checking. Type checking is an important bhagam thaneyana dynamic or runtime time checking. Okay, it's a form of late binding, or else dynamic scope follow ചെയ്യുന്ന എല്ലാ language dynamic type checking ആയിരിക്കും നമ്പുന്നത്. Okay, then okay, ചില കേസിൽ dynamic ടൈപ്പ് ചെക്കിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് കമ്പൈലറിന് ചില കേസിൽ മീൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല വാട്ട് ടൈപ്പ് ഡസ് എ നെയിം റെഫർ. ആ കേസിലൊക്കെ ഇത് ബെറ്ററാണ്. പക്ഷേ ഇത് ഡൈനാമിക് ചെക്കിങ് ഉപയോഗിക്കുന്നത് കൊണ്ട് കൂടുതലും എന്താണ് ഡിസഡ്വാൻറ്റേജസ് ആണ്. അതായത് റൺ ടൈം ഓവർ ഹെഡ് കൂടുതലാണ്, നമ്മുടെ ബഗ്സ് ഓർ എറേഴ്സ് ഡിസ്കവറി ഡിലേ ആവും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്. പക്ഷേ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എല്ലാം ഡൈനാമിക് സ്കോപ്പിംഗ് ആണ് ഫോളോ ചെയ്യുന്നത് ഡൈനാമിക് ചെക്കിംഗ് ആണ് ഫോളോ ചെയ്യുന്നത് ബിക്കോസ് ദേ ആർ ഫോളോയിങ് ഡൈനാമിക് സ്കോപ്പിംഗ്. അപ്പോൾ ഡൈനാമിക് ചെക്കിംഗ്, ദെൻ പിന്നെ ടൈപ്പ് ചെക്കിംഗ് തന്നെയായിരുന്നു. വാട്ട് ഈസ് ടൈപ്പ് ചെക്കിംഗ്, ടൈപ്പ് ക്ലാഷ്, സ്ട്രോങ്ലി ടൈപ്ഡ്, അതിൻ്റെ എക്സാമ്പിൾസ്, ദെൻ വാട്ട് ഈസ് ഡൈനാമിക് ടൈപ്പ് ചെക്കിംഗ്. ദെൻ വി ആർ മൂവിങ് ടു മീൻസ് റൂൾസ്. ഓക്കെ, ടൈപ്പ് ചെക്കിംഗ് ഓർ ടൈപ്പ് സിസ്റ്റത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ടൈപ്പ് ചെക്കിംഗ്. സോ ഒരു ടൈപ്പ് ചെക്ക് ചെയ്യണമെങ്കിൽ ഓർ ടൈപ്പ് അതായത് ഒരു ഡേറ്റയായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന ടൈപ്പ് കോമ്പാറ്റബിൾ ആണോ അല്ലയോ അത് ചെക്ക് ചെയ്യലാണ് ടൈപ്പ് ചെക്കിംഗ്. അതറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ റൂൾസ് അറിയണ്ടേ. ഓക്കെ, ഏത് രീതിയിലാണ് നമ്മളത്, ഏത് റൂൾസിൻ്റെ ബേസിസിലാണ് നമ്മൾ ആ ടൈപ്പ് ചെക്കിംഗ് നടത്തേണ്ടത്. സോ ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ടൈപ്പ് ഈക്വലൻസ്. ടൈപ്പ് ഈക്വലൻസിൽ രണ്ടെണ്ണം വരുന്നുണ്ട്, സ്ട്രക്ചറൽ ഈക്വലൻസും നെയിം ഈക്വലൻസും. രണ്ട് ടൈപ്സ് ഓർ രണ്ട് ഡേറ്റാസിൻ്റെ ഒരു രണ്ട് പോർഷൻസിൻ്റെ, അതായത് രണ്ട് ടൈപ്സ് നമ്മൾ സെയിം ആണെന്ന് പറയുന്നത് എപ്പോഴായിരിക്കും, ആ ടൈപ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് സെയിം കമ്പോണൻസ് വേണം, അത് സെയിം ഓർഡറിലായിരിക്കണം പ്ലേസ് ചെയ്തേക്കണം, അതായത് സ്ട്രക്ചർ വൈസ് ഈക്വലൻ്റ് ആയിരിക്കണം. Two types are same if they consist of same components put together in the same way. Okay, same components put together in the same way. Example, algol 68 module2part1, C and ML. Okay, the name equivalence in speciality endana, it is based on the lexical occurrence of type definitions. അതായത് രണ്ട് ടൈപ്സിൻ്റെ നെയിം ഈക്വലൻ്റ് ആണെങ്കിൽ മാത്രം it is considered as equivalent. It is used in Java, C#. സോ ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, കമ്പയർ ചെയ്യാൻ. സോ ഇത് എന്താണെന്ന് വിത്ത് ആൻ എക്സാമ്പിൾ, അതായത് സ്ട്രക്ചറൽ ഈക്വലൻസ് ഡെഫിനിഷൻ, then programming language example, then we need to show okay how in programming languages it can something look like structural equivalent. കണ്ടോ, പാസ്കലിൽ സ്ട്രക്ചറൽ ഈക്വലൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഈ രണ്ട് ടൈപ്സും ടൈപ്പ് R2 ആൻഡ് ടൈപ്പ് R3 അത് രണ്ടും എന്താണ്, സ്ട്രക്ചറലി ഈക്വലൻ്റ് ആണ്. Okay, structurally equivalent ആണ് because they are containing what, the same components put together in the same way. In the next case, അതായത് R2ഉം R3ഉം വെച്ച് നോക്കുമ്പോൾ R4 is not structurally equivalent to either R2 or R3. Why? Because that ordering is different. That is B ആദ്യം വന്നു then A വന്നു. ഈ കേസിൽ A ആദ്യമായിരുന്നു പിന്നെ B ആയിരുന്നു. ആ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇറ്റ് ഈസ് സ്ട്രക്ചറലി ഈക്വലൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതായത് R4 ഈസ് സ്ട്രക്ചറലി ഈക്വലൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എം എൽ എന്ത് പറയും, ഓക്കെ എം എൽ എന്താ പറയുക, നോ, ദാറ്റ് ഈസ് സ്ട്രക്ചറലി ഈക്വലൻ്റ് ആണ്. ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ R2 R3 ഇതേ അവസ്ഥയിൽ വന്നാലേ, സെയിം ഓർഡർ ആൻഡ് സെയിം കോമ്പോസിഷൻ വന്നാൽ മാത്രമാണ് 99% ലാംഗ്വേജസും ഒക്കെ ഇറ്റ് ഈസ് സ്ട്രക്ചറലി ഈക്വലൻ്റ് ആണെന്ന് പറയുള്ളൂ. R4ൻ്റെ കേസ് ഒട്ടും സ്ട്രക്ചറലി ഈക്വലൻ്റ് അല്ല ബിക്കോസ് ദ ഓർഡർ ഈസ് റിവേഴ്സ്ഡ്. പക്ഷേ എം എൽ ഇസ് എ സ്ട്രോങ്ലി ടൈപ്പ് ലാംഗ്വേജ്, മെറ്റാ ലാംഗ്വേജ്. എം എല്ലിൻ്റെ കേസിൽ മാത്രം ദിസ് ഈസ് ഓൾസോ, അതായത് R4 R2 ആൻഡ് R3 ഈസ് ഈക്വലൻ്റ്. സോ എം എൽ ഈസ് ആൻ എക്സെപ്ഷൻ ഇൻ ദാറ്റ് കേസ്, അത് നോട്ട് ചെയ്യണം എസ്പെഷ്യലി. ദെൻ നെക്സ്റ്റ് വൺ ഇങ്ങനെ കൊടുത്തേക്കുന്നു, പാസ്കൽ ലൈക്ക് നൊട്ടേഷനിൽ അറേ എഴുതിയേക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. സോ ഈ കേസിൽ എങ്ങനെയാണ്, വെദർ ഇറ്റ് ഈസ് സ്ട്രക്ചറലി ഈക്വലൻ്റ്, നോ അല്ലേ, എൻ്റെ അറേ ഇൻഡെക്സ് വേറെയാണ്. ഓക്കെ, പക്ഷേ ഈ കേസിലും ഇങ്ങനെ എഴുതിയേക്കുന്ന കേസിലും നമ്മളെ, അതായത് 99% ലാംഗ്വേജിനെ സംബന്ധിച്ച് വാട്ട് ഇറ്റ് ഈസ് സ്ട്രക്ചറലി ഡിഫറെൻറ്റ്. പക്ഷേ ഫോർട്രാൻ ആൻഡ് അഡയിൽ ഈ എഴുതി വെച്ചേക്കുന്ന ഈ രണ്ട് അറേയും കോമ്പാറ്റബിൾ ആണ്, ഓർ ഇറ്റ് ഈസ് ഈക്വലൻ്റ്, ഓർ ബോത്ത് ദ ടൈപ്സ് ആർ ഈക്വലൻ്റ്. ഓക്കെ, അപ്പോൾ എക്സെപ്ഷൻസ് ആർ എല്ലായിടത്തും ഉണ്ട്. Then
ഇനി ഈ സ്ട്രക്ചറൽ ഈക്വലൻ്റ് ആണോ എന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് കമ്പൈലറിന് എന്ത് ചെയ്യാൻ പറ്റും, ഡെഫിനിഷൻസ് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. Then it can replace the embedded type names with their respective definitions recursively. Then expanded strings സെയിം ആണോ എന്ന് നോക്കാം. അങ്ങനെ സ്ട്രക്ചറൽ ഈക്വലൻ്റ് ആണോ എന്ന് ചെയ്യാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്കിങ് നടത്താം. അതായത് ഇതുപോലെ ഒരു ഔട്ട്ലൈൻ മാത്രം കണ്ടിട്ട് ഡിസൈഡ് ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് കുറച്ചുകൂടെ ഇൻറ്റേർണൽ ഇറങ്ങി ചെന്ന് കമ്പൈലറിന് ഡിസൈഡ് ചെയ്യാം, ഓക്കെ, വെദർ എ ടൈപ്പ് ഈസ് സ്ട്രക്ചറൽ ഈക്വലൻ്റ് ഓർ നോട്ട്. ദെൻ നെയിം ഈക്വലൻസ്. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ടൈപ്പ് രണ്ട് ടൈപ്പാണ് എക്സും വൈയും, റൈറ്റ്? എക്സ് ഈസ് ഈക്വൽ ടു വൈ ക്വസ്റ്റ്യൻ ആണ്. നോ, അണ്ടർ നെയിം ഈക്വലൻസ് ഇറ്റ് ഈസ് നോട്ട് ഈക്വലൻറ്റ്, ബട്ട് അണ്ടർ സ്ട്രക്ചർ ഈക്വലൻസ് ഇറ്റ് ഈസ് ഈക്വലൻറ്റ്. വൈ? നെയിമിൻ്റെ കേസിൽ രണ്ട് ടൈപ്പിൻ്റെയും പേര് വേറെയാണ്, സോ ഇറ്റ് ഈസ് നോട്ട്, അതിൻ്റെ നെയിം ഈക്വലൻസ് ഉണ്ടെന്ന് ഈ കേസിൽ പറയാൻ പറ്റില്ല. സോ അതാണ് നെയിം ഈക്വലൻസ്. നെയിം ഈക്വലൻസിൽ വേരിയൻസ് ഉണ്ട്. അതായത് ചില കേസിൽ ഓർ ചില ലാംഗ്വേജസ് വി നോ ദർ ഇസ് ഏലിയാസസ്. ഏലിയാസസ് എന്ന് പറഞ്ഞാൽ അപരൻ, അതായത് ഒരു പേരിന് അടുത്ത ഓൾട്ടർനേറ്റീവ്, നിക് നെയിം പോലെ നമ്മുടെയൊക്കെ. സോ ഈ കേസിൽ കണ്ടോ, ടൈപ്പ് ന്യൂ ടൈപ്പ് ഈസ് ഈക്വൽ ഓൾ ടൈപ്പ്. ആക്ച്വലി ഇതൊരു മോഡുലയുടെ സിൻടാക്സ് ആണ്, മോഡുല 2 പ്രോഗ്രാമിലെ സിൻടാക്സ് ആണ് ആക്ച്വലി സംഭവിച്ചേക്കണം. ഇനി ഓൾഡ് ടൈപ്പിന് നമുക്ക് വേറൊരു പേര് ഇട്ട് വെച്ചേക്കണം, ന്യൂ ടൈപ്പ്. ദാറ്റ് ഈസ് ഓൾ ടൈപ്പ് ഈസ് ഈക്വൽ ടു ന്യൂ ടൈപ്പ്. പക്ഷേ സ്ട്രിക്റ്റ് നെയിം ഈക്വലൻസ് ഫോളോ ചെയ്യുന്ന ലാംഗ്വേജസ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. സ്ട്രിക്റ്റ് നെയിം ഈക്വലൻസ് ഫോളോ ചെയ്യുന്ന ലാംഗ്വേജ് ആണെങ്കിൽ ഏലിയാസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ട് സെപ്പറേറ്റ് ഓർ ഡിസ്റ്റിങ് നെയിംസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിന് അതിൻ്റേതായ വില കൊടുക്കും. ഓക്കെ, ഇതിന് പകരം അത് ഉപയോഗിക്കാം. അതായത് ഓൾ ടൈപ്പ് ഈസ് ഈക്വൽ ടു ന്യൂ ടൈപ്പ്, ആ ഒരു അസൈൻമെൻറ്റിലെത്തില്ല സ്ട്രിക്റ്റ് നെയിം ഈക്വലൻസിൽ. ദെൻ ലൂസ് നെയിം ഈക്വലൻസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഏലിയാസ് ടൈപ്സ്, അതായത് ന്യൂ ടൈപ്പിന് പകരം ഇപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂ ടൈപ്പ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ഓൾഡ് ടൈപ്പ് എഴുതിയാലും അത് അതിനെ സമ്മതിച്ചു കൊടുക്കും. ദാറ്റ് ഈസ് ലൂസ് നെയിം ഈക്വലൻസ്. ഓക്കെ, ലൂസ് നെയിം ഈക്വലൻസിന് എക്സാമ്പിളാണ് മോഡുല 2 ബിക്കോസ് ദർ ഈസ് ഏലിയാസസ് ആൻഡ് ഏലിയാസസ് ക്യാൻ ബി ആൻ ഓൾട്ടർനേറ്റീവ്. ഓക്കെ, ദെൻ അടയിൽ ഈ പറഞ്ഞ ലൂസ് ഓർ സ്ട്രിക്റ്റ് നെയിം ഈക്വലൻസ് രണ്ടും ഉണ്ട്. ഒരു എക്സ്പ്ലിസിറ്റ് മെക്കാനിസം ഉണ്ട്. ഓക്കെ, സ്ട്രിക്റ്റ് നെയിം ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വി ക്യാൻ ഹാവ് ഓൺലി ദാറ്റ് ഓൾട്ടർനേറ്റീവ്. അതായത് രണ്ടെണ്ണം ഇല്ല, ഒരു ടൈപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് രണ്ട് നെയിമിൽ ഒറ്റ നെയിമേ ഉള്ളൂ. പക്ഷേ ലൂസ് നെയിം ഈക്വലൻസ് ആണ് വി ക്യാൻ കൺസിഡർ ആൻ ഓൾട്ടർനേറ്റീവ്. ഓക്കെ, ഇതിന് പകരം ഇത് ഉപയോഗിക്കാം. ഓക്കെ, എങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ ഒരു ലൂസ് നെയിം ഈക്വലൻസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല? അതിനൊരു ഓപ്ഷനാണ് വി ക്യാൻ കൺവേർട്ട് വൺ ടൈപ്പ് ഓഫ് കോണ്ടെക്സ്റ്റ്. അതായത് ഇഫ് ദ പ്രോഗ്രാമർ വിഷസ് ടു യൂസ് എ വാല്യൂ ഓഫ് വൺ ടൈപ്പ് ഇൻ എ കോണ്ടെക്സ്റ്റ് ദാറ്റ് എക്സ്പെക്ട്സ് അനദർ. അതായത് ഒരു പ്രോഗ്രാമറിന് ഇപ്പോൾ തോന്നുവാണ് എനിക്കിപ്പോൾ ഈ വാല്യൂ ഉപയോഗിക്കണം, പക്ഷേ എക്സ്പെക്ട് ചെയ്യുന്ന അവിടെ വേറൊരു വാല്യൂ ആയിരുന്നു. അതായത് ഇപ്പോൾ ഞാൻ എ എന്ന് പറഞ്ഞ വാല്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് ബി എന്നൊരു വാല്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യണം വിത്തൗട്ട് വേറെ എങ്ങും ഒന്നും അഫക്റ്റ് ചെയ്യാണ്ട്. സോ ആ ഒരു കേസിലാണ് വി ആർ ഡീലിംഗ് വിത്ത് ടൈപ്പ് കൺവേർഷൻസ്. അതായത് നമ്മൾ ഓക്കെ, നെയിം ഈക്വലൻസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു, സ്ട്രക്ചറൽ നെയിം ഈക്വലൻസ് വിത്ത് എക്സാമ്പിൾ കണ്ടു. ദെൻ വി ആർ മൂവിങ് ഫോർവേഡ് ടു വേരിയൻസ് ഓഫ് നെയിം ഈക്വലൻസ്. അവിടെയാണ് നമ്മൾ സ്ട്രിക്റ്റ് ആൻഡ് ലൂസ് നെയിം ഈക്വലൻസ് കണ്ടത്. ലൂസ് നെയിം ഈക്വലൻസ് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഓക്കെ വി ക്യാൻ കൺവേർട്ട് വൺ ടൈപ്പ് ടു അനദർ. ദെൻ വാട്ട് ഈസ് ദാറ്റ് പ്രോസസ്? അതിനാണ് നമ്മൾ ടൈപ്പ് കൺവേർഷൻ ഓർ എ ടൈപ്പ് കാസ്റ്റ് എന്ന് പറയുന്നത്. ടൈപ്പ് കൺവേർഷൻ ഓർ എ കാസ്റ്റ്. ഓക്കെ, വൈ? എപ്പോഴാണ് ഇങ്ങനെ ഒരു ഇംപ്ലിസിറ്റ് അല്ല എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ടൈപ്പ് കൺവേർഷൻ വേണ്ടത്? ഫസ്റ്റ് വൺ, ആക്ച്വലി ദ ടൈപ്സ് ആർ സ്ട്രക്ചറലി ഈക്വലൻറ്റ് ബട്ട് ദ നെയിം ഈസ് ഡിഫറെൻറ്റ്. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് സുഖമായിട്ട് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ഫോളോ അപ്പ് ചെയ്യാം. ദെൻ സെക്കൻഡ് കേസ് ഈസ് വൺ ടൈപ്പ് മേ ബി ദ സബ് റേഞ്ച് ഓഫ് ദ അതർ. അതായത് ഒരു ടൈപ്പ് മറ്റതിൻ്റെ സബ് ടൈപ്പായിട്ട് വരുന്നു. സോ ആ കേസിൽ ഇപ്പം സബ് ടൈപ്പിൻ്റെ ഒരു ടൈപ്പ് അതായത് ഒരു വലിയ ഒരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതിനൊരു സബ്സെറ്റ് ഉണ്ട്. ആ സബ്സെറ്റിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഇക്വേറ്റ് ഓർ മീൻസ് നമുക്ക് അതിൻ്റെ ടൈപ്പും അതിൻ്റെ ആ ഒരു മെയിൻ സെറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ടൈപ്പും കൂടി ഈക്വലാന്ന് നമുക്ക് പറയാം. ഓർ വി ക്യാൻ ടൈപ്പ് കൺവേർട്ട് ഇറ്റ്. ദെൻ തേർഡ് ഓപ്ഷൻ, when the types are different low-level representation, but we can nonetheless define some sort of correspondence among their values. For example, we can convert a 32-bit integer into double. That is, if a value is 10, അതായത് 10 എന്ന വാല്യൂ നമുക്ക് ഫ്ലോട്ട് ആയിട്ട് ഇൻറ്റിനെ നമുക്ക് ഡബിൾ ആയിട്ട് ഓർ ഫ്ലോട്ട് ഓർ ഡബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? 10 എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 10.0 എന്നാവും. വാട്ട് ഇസ് ദ ഡിഫറൻസ്? നമ്മളെ സംബന്ധിച്ച് ഒരു ഡിഫറൻസും ഇല്ല, പക്ഷേ അവിടെ എന്താണ് പ്രിസിഷൻ മാറി. സോ അങ്ങനെയുള്ള കൺവേർഷൻസ് അങ്ങനെ നമുക്ക് ചെയ്യാം അല്ലേ? അങ്ങനെ 3 പ്രിൻസിപ്പൽ കേസസ് ആണ് പറയുന്നത് ഫോർ ഡൂയിങ് ദിസ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. പക്ഷേ ഫ്ലോട്ടിംഗ് പോയിന്റ് ഞാൻ പറഞ്ഞാൽ തിരിച്ച് ഇൻറ്റീജർ ആക്കുമ്പോൾ കുറച്ച് വാല്യൂസ് അവിടെ ട്രങ്കേറ്റ് ആയി പോകും. ഓക്കെ, ബട്ട് ദർ ഈസ് ഓപ്ഷൻസ്, ദർ ക്യാൻ ബി പോസിബിലിറ്റീസ്. എന്നൊരു എക്സാമ്പിൾ ആണ് ടൈപ്പ് കൺവേർഷൻ ഇൻ സി. വെരി സിമ്പിൾ. അതായത്
n എന്ന് പറയുന്ന സാധനം, n എന്ന് പറഞ്ഞ ഇൻറ്റീജർ, n, ഓക്കെ, കൺസിഡർ n ഈസ് ആൻ ഇൻറ്റീജർ വാല്യൂ. വി നീഡ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഫ്ലോട്ട്. അപ്പോൾ സിയിൽ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഏത് വാല്യൂ ഏത് ടൈപ്പിലോട്ടാണോ കൺവേർട്ട് ചെയ്യുന്നത് ബ്രാക്കറ്റിൽ കൊടുക്കും. അതിനനുസരിച്ച് ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് അത് കൺവേർട്ട് ചെയ്യേണ്ട നെയിം ഓർ വേരിയബിൾ അത് n കൊടുത്തു. സോ ഈ n ഇൻറ്റീജർ വാല്യൂ ആയിരുന്നു, അതിന് ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഫ്ലോട്ട് ഓഫ് n. ദെൻ ആ ഒരു വാല്യൂ നമ്മൾ r എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യും. തിരിച്ചാണെങ്കിൽ ഇൻറ്റ്, അതായത് ഫ്ലോട്ടിനെ ഇൻറ്റ് ആക്കുകയാണെങ്കിൽ ഇങ്ങനെ. സോ ദിസ് ഇസ് ആൻ എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ ദ ടൈപ്പ് കൺവേർഷൻ ഓർ കാസ്റ്റിംഗ് ഇൻ C. അത് പഠിക്കണം. ദെൻ ടൈപ്പ് കോമ്പാറ്റബിലിറ്റി റൂൾസ്. ഓക്കെ, ഒരു വാല്യൂസ് ടൈപ്പ് കോമ്പാറ്റബിൾ ആണോ അല്ലയോ എന്ന്, അതായത് അതിന് പറഞ്ഞേക്കുന്ന കോണ്ടെക്സ്റ്റിലാണോ അത് ഓടുന്നതെന്ന്. ഓക്കെ, ഇടയിൽ അതിനൊരു റിലേറ്റീവ്ലി സ്ട്രിക്റ്റ് അപ്രോച്ചാണ്. ഓക്കെ, ഒരു വാല്യൂ കോമ്പാറ്റബിൾ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എ ടൈപ്പ് എസ് ഈസ് കോമ്പാറ്റബിൾ വിത്ത് ആൻ എക്സ്പെക്റ്റഡ് ടൈപ്പ് ടി ഇഫ് ആൻഡ് ഓൺലി ഇഫ്. എങ്ങനെയാണ് ഒരു ടൈപ്പ് അതിൻ്റെ എക്സ്പെക്റ്റഡ് ടൈപ്പായിട്ട് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് കോണ്ടെക്സ്റ്റുമായിട്ട് ഈക്വലൈസ് ആവണമെന്ന്. ഇഫ് എസ് ആൻഡ് ടി ആർ ഈക്വലൻറ്റ്. ഫസ്റ്റ് പോയിൻറ്റ്സ്. സെക്കൻഡ് വൺ ഈസ് ദ സബ് ടൈപ്പ് ഓഫ് അതർ. ഓർ തേർഡ് പോയിൻറ്റ് ബോത്ത് ആർ അറേസ്. ഇടയിൽ ഇത്രയും സ്ട്രിക്റ്റ് ആണ്. ഇങ്ങനെ മാത്രമാണ് നമുക്കൊരു വാല്യൂ കോമ്പാറ്റബിൾ ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. പാസ്കലിൽ ഇച്ചിരി ഓടെ ലീനിയൻ്റ് ആണ്, ആ സ്ട്രിക്ട്നെസ് കുറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ് ക്യാൻ അലോ ഇൻ്റർമിക്സിങ് ഓഫ് ബേസ് ആൻഡ് സബ്റേഞ്ച് ടൈപ്സ്. ഓക്കെ, ദെൻ അതായത് പാസ്കലിൽ വേണേൽ നമുക്കൊരു ഇൻറ്റീജർ ഉപയോഗിക്കാം റിയൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ. അവിടെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല. റിയൽ എക്സ്പെക്റ്റ് ചെയ്യുന്നിടത്ത് ഇൻറ്റീജർ വന്ന വാല്യൂവിന് വ്യത്യാസമില്ല. പക്ഷേ ദർ ഈസ് സ്ലൈറ്റ്ലി ഒരു ഇൻറ്റേർണൽ ടൈപ്പ് കൺവേർഷൻ ഉണ്ട് അവിടെ. ദെൻ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അതായത് ഓട്ടോമാറ്റിക് ഇംപ്ലിസിറ്റ് കൺവേർഷൻ ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ തന്നെ ചെയ്യണം. പ്രോഗ്രാമേഴ്സ് നീഡ് ടു ഡു ദാറ്റ്. ഓക്കെ, അല്ലാണ്ട് ഓട്ടോമാറ്റിക്കലി കമ്പൈലറായിട്ട് പെർഫോം ചെയ്യുന്ന കൺവേർഷൻസ് ഉണ്ട്, നമ്മളൊന്നും അറിയത്തില്ല. അതിനെയാണ് നമ്മൾ കൊയേഷൻ എന്ന് വിളിക്കുക. ഇംപ്ലിസിറ്റ് കൺവേർഷൻ, ഓട്ടോമാറ്റിക് ഇംപ്ലിസിറ്റ് കൺവേർഷൻ ടു ദ എക്സ്പെക്റ്റഡ് ടൈപ്പാണ് ടൈപ്പ് കൊയേഷൻ. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ഇത് സിയിൽ എഴുതിയേക്കണേ ആ ഒരു കറസ്പോണ്ടിങ് എക്സാമ്പിൾ നോക്കിക്കേ. നമ്പർ 1 ഈസ് of type int, number 2 is of type float. Okay, we are doing what addition? Floating number addition. Then num1 plus num2. നമുക്ക് ഇതിനകത്തൊരു എറർ ഒന്നും കിട്ടില്ല. കമ്പൈൽ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. വാട്ട് 10.5 ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ num1 ഈസ് ഇൻറ്റിജർ. അതിനെ ഇൻറ്റേർണലി ഓർ ഇംപ്ലിസിറ്റ് ആയിട്ട് ടൈപ്പ് കൊയേഷൻ വഴി കമ്പൈലർ എന്താക്കിയിട്ടുണ്ടാവും? ഫ്ലോട്ട് വാല്യൂ. എന്നിട്ടായിരിക്കും ഈ 10.5 കിട്ടുന്നത്. പക്ഷെ നമ്മൾ പ്രോഗ്രാമേഴ്സിനെ ഇതൊന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഓവർലോഡിങ്. വാട്ട് ഈസ് ആൻ ഓവർലോഡിങ് ആൻഡ് വാട്ട് ഈസ് ദ കണക്ഷൻ ഓഫ് ഓവർലോഡിങ് വിത്ത് ദിസ് what type compatibility? Overloaded name means what can refer to more than one object. Okay, ഈ പ്ലസ് ഓപ്പറേറ്റർ ഫോർ എക്സാമ്പിൾ, പ്ലസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ വി ആർ ഡീലിംഗ് വിത്ത് അഡീഷൻ, അത്രയും മനസ്സിലാവും. പക്ഷേ ഇൻറ്റീജർ അഡീഷൻ ആണോ ഫ്ലോട്ടിംഗ് പോയിൻ്റ് അഡീഷൻ ആണോ അതെങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അതായത് വി ആർ ഓവർലോഡിങ് ആൻ ഓപ്പറേറ്റർ ക്യാൻ ഡു ഫോർ ബോത്ത്, അതായത് ഇൻറ്റീജർ അഡീഷൻ ആവാം ഫ്ലോട്ടിംഗ് പോയിൻ്റ് അഡീഷൻ ആവാം. പക്ഷേ അതിൻ്റെ കോൺടെക്സ്റ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഓവർലോഡിങ്ങിൻ്റെ കേസ് വന്ന പ്രോഗ്രാമിങ്ങിനകത്ത് ചില കേസസിൽ ദിസ് ഓവർലോഡിങ് ഉണ്ട്. ആ ഓവർലോഡിങ്ങിൻ്റെ കേസ് വന്നാൽ വി ആർ ഡിഫൈനിങ് ഓർ ഡിറ്റർമിനിങ് ദ ടൈപ്പ് based on the context, purely on the context. Then next വരുന്നത് യൂണിവേഴ്സൽ റെഫറൻസ് ടൈപ്സ്. വി ക്യാൻ നോ, അതായത് ഈ പ്രോഗ്രാംസിനകത്ത് കുറച്ച് പോർഷൻസ് ഉണ്ട്, ഒബ്ജക്ട്സ്, അതായത് കണ്ടെയ്നർ ഒബ്ജക്ട്സ് ലൈക്ക് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, അതിനിപ്പോൾ എന്ത് ടൈപ്പ് പറയും? ഓക്കെ, അതിനൊരു യൂണിവേഴ്സൽ റെഫറൻസ് ടൈപ്പാണ് നമ്മൾ പറയുന്നത്. അതായത് ഇതുപോലത്തെ ഒബ്ജക്ട്സിനെ ഡിഫൈൻ ചെയ്യാനാണ് യൂണിവേഴ്സൽ റെഫറൻസ് ടൈപ്പ്. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് സിയിൽ C++ൽ വോയിഡ്, ക്ലൂവിൽ എനി, മോഡുല 2ൽ അഡ്രസ്സ്, മോഡുല 3ൽ റെഫ് എനി, ജാവയിൽ ഒബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഒബ്ജക്റ്റ്, യൂണിവേഴ്സൽ റെഫറൻസ് ടൈപ്പ്, ഒബ്ജക്റ്റ്. ഓക്കെ, ഇപ്പോൾ സ്റ്റാക്കൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, വി ആർ ക്രിയേറ്റിംഗ് എ ക്ലാസ് ഫോർ സ്റ്റാക്ക്, ദെൻ ആൻ ഒബ്ജക്റ്റ്, ആൻഡ് based on that object we are manipulating all the things. അതാണ് what യൂണിവേഴ്സൽ റെഫറൻസ് ടൈപ്സ്. ദെൻ നെക്സ്റ്റ് ഈസ് ടൈപ്പ് ഇൻഫറൻസ് റൂൾസ്. ഓക്കെ, ടൈപ്പ് എങ്ങനെ ഇൻഫർ ചെയ്തെടുക്കാം? അതായത് റിസൾട്ട് ഓഫ് ആൻ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ നമുക്ക് എന്ത് പറയാം? ആ ഓപ്പറൻസിനെ പോലെയാണെന്ന് പറയാം. കമ്പാരിസൺ എങ്ങനെയാണെന്ന് പറയാം? ബൂളിയനാണെന്ന് പറയാം. അതായത് അതിൻ്റെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള കോണ്ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ടൈപ്പ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഇൻഫറൻസിൽ ഒരു കുഞ്ഞ് പ്രശ്നം കാണിക്കുന്ന സബ് റേഞ്ചസിലും കോമ്പോസിറ്റ് ഒബ്ജക്ട്സിലും മാത്രമേ ഉള്ളൂ. സബ് റേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നത് കണ്ടോ? ഇതിനകത്ത് ടൈപ്പ് എ ടൈപ്പ് ഉണ്ട് വിച്ച് ഈസ് ഓഫ് വാല്യൂ 0 to 20, ബി ടൈപ്പ് ഉണ്ട് which is of value 10 to 20. Then based on that we have two variables, a small letter a of type A type and b of type B type. And what is the type of a plus b? That is the question. What is the type of a plus b? A plus b ചെയ്താൽ എന്തായിരിക്കും ടൈപ്പ് വരിക?
means usual answers പാസ്കലും അതിൻ്റെ ഡിസെൻഡൻസ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് ഓഫ് എനി അരിത്തമാറ്റിക് ഓപ്പറേഷൻ ആണ് സബ് റേഞ്ച്. സോ ഹിയർ ബി ടൈപ്പ് ഈസ് എ സബ് റേഞ്ച്. സബ് റേഞ്ച് ഹാസ് എ സബ് റേഞ്ചസ് ബേസ് ടൈപ്പ്. അതായത് ഏത് സബ് റേഞ്ചസിൻ്റെ ടൈപ്പ് നമുക്ക് അതിൻ്റെ ബേസ് ടൈപ്പുമായിട്ട് ലിങ്ക് ചെയ്യാം. കണ്ടോ, അതിൻ്റെ സറൗണ്ടിങ് കോണ്ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വി ആർ ഇൻഫറിങ് ടൈപ്പ്. അതിനൊരു എക്സാമ്പിളാണ് സബ് റേഞ്ചസ്. സബ് റേഞ്ചസിൻ്റെ കേസിലാണ് നമുക്കൊരു കുറച്ച് കൺഫ്യൂഷൻ വരുന്നുള്ളൂ. അതിവിടെ ഞാൻ പറഞ്ഞു എന്താണ് യൂഷ്വലി ചെയ്യണതെന്ന്. ദെൻ കോമ്പോസിറ്റ് ടൈപ്സ്. ഓക്കെ, ഈ കോമ്പോസിറ്റ് ടൈപ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ടൈപ്പ് മീൻസ് ഇൻവോൾവ് ചെയ്തേക്കുന്നു. ഓക്കെ, ടൈപ്പ് അതാ പറയുന്നത് ടൈപ്പ് ഇൻഫറൻസ് ബിക്കംസ് ആൻ ഇഷ്യൂ വെൻ ആൻ ഓപ്പറേഷൻ ഓൺ കോമ്പോസിറ്റ്സ് ഈൽഡ്സ് എ റിസൾട്ട് ഓഫ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ദാൻ ഓഫ് ഓപ്പറൻസ്. ഓക്കെ, ഓപ്പറൻസ് ഉള്ള ടൈപ്പ് അല്ല, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന് വേറെ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ടൈപ്പ് വരും. ആ കേസിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ കേസിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ഇൻഫേർഡ് ഓൺ ദ ബേസ്ഡ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. അതിൻ്റെ ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ, സാഹചര്യം, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം ഓർ ആപ്ലിക്കേഷൻ, അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. ഇതിനകത്ത് ഒരു റെയർ കേസാണ് ടൈപ്പ് ഇൻഫറൻസിങ് ഇൻ എം എല്ലിൻ്റെ കേസിൽ നമുക്ക് ഒരു നിർബന്ധവുമില്ല ടൈപ്പ് എക്സ്പ്ലിസിറ്റ്ലി, അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെങ്കിലും ടൈപ്പ് എക്സ്പ്ലിസിറ്റ്ലി പറയണമെന്ന് എം എല്ലിന് ഒരു നിർബന്ധമില്ല, ചെയ്താലും കുഴപ്പമില്ല. ഇനി അഥവാ നമ്മളൊരു കേസിൽ ടൈപ്പ് പറഞ്ഞിട്ടില്ല, ഒറ്റ വേരിയബിൾസിന് ടൈപ്പ് പറഞ്ഞിട്ടില്ല, അപ്പോൾ ഫൈനൽ എന്തായാലും അതിനോട് നമ്മളൊരു കമ്പൈലേഷൻ സ്റ്റെപ്പ് ഉണ്ടാവും. അന്നേരം എന്തെങ്കിലും ഒരു എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ പ്രോഗ്രാം എഴുതുന്നത്. സോ ആ കമ്പൈൽ ടൈമിൽ ഈ എം എൽ കമ്പൈലർ തന്നെ ആ ഒരു കറസ്പോണ്ടിങ് വേരിയബിൾ ഓൺ നെയിം ഉപയോഗിച്ചേക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് അതിൻ്റെ ടൈപ്പ് തന്നെ ഇൻഫർ ചെയ്തെടുക്കും. അതാണ് ടൈപ്പ് ഇൻഫറൻസിങ് ഇൻ എം എൽ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ്സ് എ വെരി റയർ കേസ്. ടൈപ്പ് ഇൻഫറൻസിങ് ഇൻ എം എൽ ടാസ്ക്, അതായത് ഡിറ്റർമിൻ whether there exists a consistent assignment of types to expression that guarantees statically that not operation will ever be applied to a value of an inappropriate type at runtime. റൺടൈമിലോട്ട് വെച്ചുകൊണ്ടിരിക്കില്ല, അത് കമ്പൈൽ ടൈമിൽ തന്നെ സോൾവ് ചെയ്യും ബേസ്ഡ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇത് വായിച്ച് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ്, ഓക്കെ, ടൈപ്പ് വി ആർ ഡീലിംഗ് വിത്ത് ടൈപ്പ് സിസ്റ്റം. അതിനകത്ത് ഫസ്റ്റ് ഹെഡിങ് ടൈപ്പ് ചെക്കിങ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്തു ഞാൻ. സെക്കൻഡ് ഹെഡിങ് ആണ് polymorphism. Actually polymorphism എന്ത് ചെയ്യാൻ പറ്റും? polymorphismന്റെ ബേസിൽ we can use or allows a single body of code to work with objects of multiple types. Single body of the code to work with objects of multiple type. അപ്പോൾ നമുക്ക് ഈ പോളിമോർഫസിനെ നമുക്ക് ഡൈനാമിക് ടൈപ്പിങ്ങിൻ്റെ കേസിൽ, ഡൈനാമിക് ടൈപ്പിംഗ് നിങ്ങൾക്കറിയാം ടൈപ്പ് ചെക്കിംഗ് ഉണ്ട്. ഡൈനാമിക് ടൈപ്പിങ്ങിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് എ ഇംപ്ലിസിറ്റ് പാരാമെട്രിക് പോളിമോർഫിസം. ഓക്കെ, ആക്ച്വലി ഒരു സിംഗിൾ ബോഡി ഓഫ് കോഡിന് മൾട്ടിപ്പിൾ ടൈപ്സിന് ഡീൽ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞു ഒരു സ്ട്രക്ചർ ഒരു കൺസ്ട്രക്റ്റിന് എന്തേ കാണാവുള്ളൂ, ഒറ്റ ടൈപ്പേ കാണാവുള്ളൂ. പക്ഷേ പോളിമോർഫിസം ഉള്ളത് കൊണ്ട്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പോളിമോർഫിസം എന്ന് പറഞ്ഞ പ്രതിഭാസം ഉള്ളത് കൊണ്ട് വാട്ട് വി ക്യാൻ എക്സ്പെക്ട് എ സിംഗിൾ ബോഡി ഓഫ് കോഡ് ടു, അതായത് ഒരു സിംഗിൾ ബോഡി ഓഫ് കോഡിന് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ടൈപ്സ് ആയിട്ട് ഡീൽ ചെയ്യാൻ. ആ കേസിൽ ഓക്കെ, ഡൈനാമിക് ടൈപ്പ് ചെക്കിംഗ് ഫോളോ ചെയ്യുന്ന ഒരു ലാംഗ്വേജിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് നോൺ ആസ് ഇംപ്ലിസിറ്റ് പാരാമെട്രിക് പോളിമോർഫിസം ആൻഡ് ഇറ്റ് ഈസ് ഡിസൈഡഡ് വാട്ട് ടു ഡു. ഏത് ടൈപ്പ് എടുക്കും, ഏത് ടൈപ്പ് മാറ്റും, അത് ഡൈനാമിക് റൺ ടൈമിൽ മാത്രം ഡിസൈഡ് ആവുന്നു. ഈ സ്റ്റാറ്റിക് ടൈപ്പിംഗ് ഫോളോ ചെയ്യുന്ന ഒരു ലാംഗ്വേജിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് ദിസ് ടൈപ്പ് ഓഫ് ഫിനോമിനൻ കംസ് അണ്ടർ വാട്ട്? എക്സ്പ്ലിസിറ്റ് പാരാമെട്രിക് പോളിമോർഫിസം. Okay, in which we need to define, or programmer need to define classes with type parameters. ഓക്കെ, ഇനി ഈ സ്റ്റാറ്റിക് ടൈപ്പിങ്ങിൽ തന്നെ ഈ പറയുന്ന പോളിമോർഫിസത്തിന്, അതായത് ആ ഡിഫറെൻറ്റ് ടൈപ്സ് എക്സിബിറ്റ് ചെയ്യാവുന്ന ഒരു പർപ്പസ് നമുക്ക് സബ് ടൈപ്പ് പോളിമോർഫിസത്തിൽ കൊണ്ടുവരാം. അതായത് ഒരു ടൈപ്പ് ടി ഉണ്ട്, അതിനെ ഫോളോ ചെയ്യുന്ന വേരിയബിൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ സേ എക്സ്. അതായത് under subtype polymorphism it allows a variable x of type t to refer to an object of any type derived from t. but subtype ഒരു മെയിൻ ടൈപ്പ്, അതിൻ്റെ അണ്ടറിൽ സബ് ടൈപ്പ് വരും. അപ്പോൾ ഇത് രണ്ടും, ഈ എക്സ്പ്ലിസിറ്റ് പാരാമെട്രിക് പോളിമോർഫിസവും സബ് ടൈപ്പ് പോളിമോർഫിസവും it is coming under static type, but for implicit parametric polymorphism it is coming under what? Dynamic typing or type checking. Okay, ഈ പോളിമോർഫിസം എന്നൊരു സെപ്പറേറ്റ് ഹെഡിങ് or else ഒരു സെപ്പറേറ്റ് ഫങ്ഷനാലിറ്റി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുന്നത്. വാട്ട് ഈസ് ഇംപ്ലിസിറ്റ് പാരാമെട്രിക് പോളിമോർഫിസം, വാട്ട് ഈസ് എക്സ്പ്ലിസിറ്റ്. അതായത് വി ക്യാൻ എക്സ്പെക്ട്
ഒരു പല ടൈപ്പ് ഒറ്റ ഒരു കൺസ്ട്രക്റ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ സ്റ്റാക്കിൽ തന്നെ ഒബ്ജക്റ്റ്സ് ഉണ്ടാവും, അതിൽ തന്നെ പല ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ്സ് ആണ്. ഓക്കെ, എങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്സ് വന്ന് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ഏത് രീതിയിൽ ടൈപ്പ് ഡിസൈഡ് ചെയ്യും, അതൊന്ന് ജസ്റ്റ് നമ്മൾ ചെക്കൗട്ട് ചെയ്തു പോളിമോർഫിസം എന്നുള്ള ഹെഡിങ്ങിന് അണ്ടർ. ദെൻ വി ആർ തേർഡ് ഹെഡിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് ഡിനോട്ടേഷണൽ. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിംപ്ലി എ സെറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് സെറ്റ് ഓഫ് വാല്യൂസ് ഓൾസോ നോൺ ആസ് ഡൊമെയിൻ. Then second one is constructive. അതാണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. What is it? Okay, a type is either a one or small collection of built-in types. ഒരു built-in types ആവാം. അതിന് എക്സാമ്പിളാണ് ഇൻറ്റീജർ, ക്യാർ, ബൂൾ എക്സെട്ര. ദെൻ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ടൈപ്പ് ആവാം. ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ടൈപ്സ് കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. certain combination we accept a composite what type. Example, record array. Then abstraction based. അപ്പോൾ abstraction based point of view type is an interface consists of a set of operation with well defined and mutually consistent semantics. So ഈ മൂന്ന് രീതിയിൽ ടൈപ്പിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. Then classification of types. First one numeric type, second one is discrete or ordinal type. അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് user defined ordinal types, enumeration and subrange. Then scalar types. Then finally composite types. ഇതാണ് classification. Numeric types, example what? Okay, we are differentiating types based on the length. അല്ലേ, എക്സാമ്പിൾ ആണ് ഇൻറ്റ് ആൻഡ് റിയൽ ഇൻ സി ആൻഡ് ഫോർട്രാൻ. ദെൻ C++ൽ സൈൻഡ് ആൻഡ് അൺസൈൻഡ് ഇൻറ്റീജേഴ്സ് ഉണ്ട്. ഇതെല്ലാം ന്യൂമറിക് ടൈപ്സിന് എക്സാമ്പിളാണ്. ദെൻ ഡിസ്ക്രീറ്റ് ബാർ ഓർഡിനൽ ടൈപ്പ്, ദാറ്റ് ഈസ് കൗണ്ടബിൾ. ഓക്കെ, ഡൊമൈൻസ്, ഈ പറയുന്ന ടൈപ്പിൻ്റെ ഡൊമൈൻസ് ആർ കൗണ്ടബിൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ in the case of Java, primitive ordinal types etc. ഏതൊക്കെയാണ്? ഇൻറ്റീജർ, ക്യാർ. വാട്ട് ഈസ് ഇൻറ്റീജർ എന്ന് നമ്മൾ പറയണമെങ്കിൽ ഓക്കെ, it is between minus 32,768 to 32,761. That is, it is countable, or it is having a countable range. Okay, then user defined ordinal types or countable types or countable domain or types. An example ആണ് enumeration and subrange. What is enumeration type? Okay, an enumeration type consists of a set of named elements. For example, താഴെ നോക്കൂ, enum days, enum, that is the keyword. enum days, Monday, Tuesday, Wednesday, Thursday, Friday, Saturday and Sunday. What is ഇതും ഒരു ടൈപ്പ് അല്ലേ? Here days is a type, right? in named elements. named elements നമ്മൾ ടൈപ്പ് സജസ്റ്റ് ചെയ്യുന്നു, അതിനാണ് enumeration പറയുന്നത്. Then enumeration, what is the purpose? It provides an enhanced readability and reliability. Okay, then subrange. Subrange എന്ന് പറഞ്ഞാൽ what? You know, already നിങ്ങൾ കണ്ടു. Subrange is a type whose values compose a contiguous subset of values of some discrete base type. ഏതെങ്കിലും ഒരു ബേസ് ടൈപ്പിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന സാധനം, അതാണ് സബ്റേഞ്ചസ്. ഓക്കെ, then next one is scalar type. discrete, rational, real and complex type. അതെല്ലാം കൂടെ കൂടുന്നതാണ് scalar types. Okay, scalar types is sometimes also known as simple types. discrete, rational, real and complex types. അതിൻ്റെ ഒരു മിക്സ് ആണ് scalar types. Then next and last one, composite types. നിങ്ങൾക്കറിയാം simple types or basic typesനെ കമ്പൈൻ ചെയ്ത് composite types ഉണ്ടാക്കുന്നു, which includes records or structures, variant records or unions, then arrays, sets, pointers, lists and files. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ മൊഡ്യൂൾ കാണും കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് റെക്കോർഡ്സ്. യു നോ, heterogeneous data grouped together, introduced in COBOL. Variant records are also known as unions. It is similar to records or structures, but the difference is that only a single member of that particular union or record is active at a time. Then arrays, characters. Then what? Array is a function that maps members of an index type to members of a component type. Then sets. Set type is the mathematical power set of its base type. Set. Pointers. Pointer value is a reference to an object of the pointer's base type. Okay, pointers, recursive. Pointersനെ implement ചെയ്യാൻ നമുക്ക് recursive data typesനെ പറ്റി ചിന്തിക്കാം. Pointers are implemented using recursive data types. Then list. List is what? List is defined recursively as either as empty list or a pair consists of a head element and reference to a sublist. So it's a pair, consists of an element and other reference to or the address of the next node. അതാണ് ലിസ്റ്റ്. ഫയൽസ് എന്താണ്? It is used to represent data on a mass storage devices, okay, outside the memory. That is the purpose of files. Then ഇതെല്ലാം ഞാനിങ്ങനെ ഓടിച്ചിടാൻ കാരണം വി ആർ ഡീലിംഗ്, അതായത് ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് ഇത് തന്നെയാണ്, അതുകൊണ്ടാണ് കേട്ടോ, പഠിക്കേണ്ടെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. Then orthogonality. What is orthogonality? You know, already you know. Here in the case of type orthogonality, one of the main advantage of type orthogonality
or example of type orthogonality which we are going to see in ADA is this orthogonality can be used to specify literal values of arbitrary composite types. Here, in the case of ADA, these composite types are known as aggregates. For example, this record nu parayunna oru type aanu, okay, and that റെക്കോർഡിൻ്റെ പേര് പേഴ്സൺ, അതിനകത്ത് നെയിം ഏജ് എന്ന രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, നെയിം ഈസ് ഓഫ് ടൈപ്പ് സ്ട്രിങ് വിച്ച് ക്യാൻ ഹാവ് എ മാക്സിമം വാല്യൂ ഓഫ് 10, ഏജ് ഈസ് ഓഫ് ടൈപ്പ് ഇൻറ്റീജർ, ആൻഡ് we are declaring two members, that is PQ which is of type person and AB of type array. Okay, for example ഈ കേസിൽ aggregates എന്ന് പറഞ്ഞാൽ കണ്ടോ, P എന്ന് പറയുന്ന okay, you know it is a person. Okay, and according to that record we can access, അതായത് ലിറ്ററൽ വാല്യൂസ് നമുക്ക് ഇതുപോലെ കോമ്പിനേഷനിൽ P is a person, okay, and Pക്ക് കറസ്പോണ്ടിങ് ആയിട്ട് his name and integer may be his age. okay, ആ ഒരു രീതിയിലായിരിക്കണം ആ റെക്കോർഡ് ഓർഗനൈസ് ചെയ്തേക്കുന്നത്, കാരണം സ്യൂഡോ കോഡ് മാത്രമേ ഉള്ളൂ, മൊത്തം ഇല്ലല്ലോ. സോ P ഈസ് ഈക്വൽ ടു അതിൻ്റെ പേര് കോമ ഏജ് ഇൻ എ പെയർ നമുക്ക് എഴുതാൻ പറ്റുന്നു. സോ ദേ ആർ അഗ്രിഗേറ്റ് വാല്യൂസ്. ആക്ച്വലി ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ടൈപ്പ് ഓർത്തോഗണാലിറ്റി. അടയിൽ ഇങ്ങനെയൊരു ഫീച്ചർ, ഓക്കെ, അട ഇച്ചിരോടെ ടൈപ്പ് ഓർത്തോഗണാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഫെസിലിറ്റി അടയിൽ പോസിബിൾ ആവുന്നത്. അതായത് കോമ്പോസിറ്റ് ടൈപ്സിനെ കോമ്പോസിറ്റ് ലിറ്ററൽസ്. ഇൻ ദ കേസ് ഓഫ് അഡ ഇറ്റ് ഈസ് നോൺ ആസ് aggregates. We can specify aggregates directly. Okay, അത് അട ഓർത്തോഗണൽ മച്ച് മോർ ഓർത്തോഗണൽ ആയതിന് ഒരു എക്സാമ്പിളാണ്. ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതെങ്ങനെയാണ് അഗ്രിഗേറ്റ്സ്, എന്താണ് ഈ ഓർത്തോഗണാലിറ്റി, അതായത് മച്ച് മോർ ഓർത്തോഗണൽ ആകുമ്പോൾ എങ്ങനെയാണ് നമുക്കതിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആദ്യത്തെ കേസിൽ പിൻ്റെയും എയുടെയും കേസിലാണെങ്കിൽ വി ആർ ബേസ്, അതായത് നമ്മളൊരു പൊസിഷണൽ ആയിട്ടാണ് അഗ്രിഗേറ്റ്സ് ഡിനോട്ട് ചെയ്യുന്നത്. പൊസിഷണൽ 1 കറസ്പോണ്ടിങ് 0, 3 കറസ്പോണ്ടിങ് 0. പക്ഷേ ക്യൂവിൻ്റെയും ബീൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവം, നെയിംസ്, അതായത് എലമെൻസിനെ എക്സ്പ്ലിസിറ്റ്ലി നെയിം ചെയ്തേക്കാണ്. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് അഗ്രിഗേറ്റ്സ് പറയാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഡ ഈസ് മച്ച് മോർ ഓർത്തോഗണൽ ബേസ്ഡ് ഓൺ ദ ടൈപ്പ്, മറക്കരുത് അത്. ദെൻ ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക്, അതായത് നമ്മുടെ ആ ഡേറ്റ ടൈപ്സ്, ടൈപ്പ് ചെക്കിങ്, ആ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിനകത്ത് നമ്മൾ മെയിൻലി കണ്ട ടൈപ്പ് സിസ്റ്റം ആയിരുന്നു. അതിൻ്റെ 5 ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇവിടെ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് റെക്കോർഡ്സ്, അതായത് വി ആർ സ്റ്റാർട്ടിങ് ദ കോമ്പോസിറ്റ് ടൈപ്പ്. ഫസ്റ്റ് വൺ നമ്മൾ റെക്കോർഡ്സ്, പിന്നെ അറേസ്, ആ ഓർഡറിൽ ഫോളോ ചെയ്യും. അപ്പോൾ വാട്ട് ഈസ് എ റെക്കോർഡ്? സിയിൽ പഠിച്ചിട്ടുള്ളതാണ് സ്ട്രക്ചർ, അല്ലേ? സ്ട്രക്റ്റ് കീവേഡ് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് തന്നെയാണ് റെക്കോർഡ്. അതിൻ്റെ വേറൊരു പേരാണ് റെക്കോർഡ്. റെക്കോർഡിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് ഡേറ്റ ഓഫ് ഹെട്രോജീനസ് ടൈപ്സ് ടു ബി സ്റ്റോർഡ് ആൻഡ് മാനിപ്പുലേറ്റഡ് ടുഗദർ. അതായത് വി ആർ സ്റ്റോറിങ് റിലേറ്റഡ് ഡേറ്റ ബട്ട് ഓഫ് ഹെട്രോജീനസ് ടൈപ്സ്, ഓക്കെ, ഇൻ എ സിംഗിൾ പോർഷൻ, അതാണ് റെക്കോർഡ്സ്. ദെൻ ആൽഗോൾ 68-ലും സിയിലും C++ലും കോമൺ ലിസ്റ്റിലൊക്കെ ഇതിനെ, ഈ ഒരു സ്ട്രക്ചറിനെ, ഈ റെക്കോർഡിനെ നമ്മൾ സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് വി ആർ ക്രിയേറ്റിംഗ് ഇറ്റ് വിത്ത് യൂസിങ് ദിസ് കീവേഡ് സ്ട്രക്ട്. ദെൻ ഫോർട്രാൻ 90-ൽ റെക്കോർഡിനെ ടൈപ്സ് എന്നാണ് വിളിക്കുക, ജാവയിൽ ക്ലാസ് എന്ന് വിളിക്കും. ദെൻ സിൻടാക്സ് കണ്ടോ, സിയിൽ സിൻടാക്സ്, ഇപ്പോൾ സ്ട്രക്ട് എന്ന് പറഞ്ഞ കീവേഡ്, അതിൻ്റെ പേര് നമ്മൾ കൊടുത്തേക്കുന്ന എലമെൻ്റ് എന്ന്. ദെൻ കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ ഫസ്റ്റ് എലമെൻറ്റ് നെയിം ആയിരുന്നു, അതിൻ്റെ ടൈപ്പ് ക്യാരക്ടർ, മാക്സിമം സൈസ് 2. ദെൻ സെക്കൻഡ് എലമെൻറ്റ് ഈസ് ആറ്റമിക് നമ്പർ, അതിൻ്റെ ടൈപ്പ് ഇൻറ്റ്. ദെൻ ആറ്റമിക് വെയ്റ്റ്, അതിൻ്റെ ടൈപ്പ് ഡബിൾ. ദെൻ മെറ്റാലിക്, അതിൻ്റെ ടൈപ്പ് ബൂളിയൻ. ദെൻ ആ കേർലി ബ്രേസസ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ സെമിക്കോളിൽ ഇടുന്നു. ദെൻ അതാണ് അതിൻ്റെ ഒരു വൈൻഡിങ്. അപ്പം അങ്ങനെയാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ പാസ്കലിലാകുമ്പോൾ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഈച്ച് ആൻഡ് എവറിത്തിങ്, അതായത് ഈച്ച് ആൻഡ് എവറി റെക്കോർഡ് ഇൻ പാസ്കൽ ഈസ് എ ടൈപ്പ്. ദാറ്റ് ഈസ് ആ സിൻടാക്സ് ഒന്ന് നോക്കി, ടൈപ്പ് എലമെൻറ്റ് ഈസ് ഈക്വൽ ടു റെക്കോർഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? വി ആർ ഡിഫൈനിങ് ആൻ എലമെൻറ്റ്, ഓക്കെ, റെക്കോർഡ് നെയിംഡ് എലമെൻറ്റ്. അതിനകത്ത് എന്തൊക്കെ മെമ്പേഴ്സ് ഉണ്ട്? നെയിമിൻ്റെ ടൈപ്പ് ഇവിടെ 2 chars ആണ്. 2 chars എന്ന് പറഞ്ഞാൽ അവർ പാസ്കലിൽ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പുതിയ ടൈപ്പാണ്, യൂസർ ഡിഫൈൻ ടൈപ്പാണ്. 2 chars എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാക്ഡ് അറേ വിച്ച് ഇൻക്ലൂഡ്സ് 2 element ഓഫ് ക്യാർ. ഈ പാക്ഡ് അറേ എന്താണെന്നുള്ളത് നമ്മൾ അറേ പഠിക്കുമ്പോൾ കാണും കേട്ടോ. സോ അപ്പോൾ ഇത്രയും ഓർക്കുക. ഇവിടെ റെക്കോർഡ് ഡിഫൈൻ ചെയ്യുന്നു. ഫസ്റ്റ് എലമെൻറ്റ് നെയിം, അതിൻ്റെ ടൈപ്പ്. ദെൻ സെക്കൻഡ് എലമെൻറ്റ് ആറ്റമിക് നമ്പർ, അതിൻ്റെ ടൈപ്പ്. വെയിറ്റ്, ആറ്റമിക് വെയിറ്റ്, അതിൻ്റെ ടൈപ്പ്. ദെൻ മെറ്റാലിക്, അടുത്ത മെമ്പറാണ്, അതിൻ്റെ ടൈപ്പ്. ദെൻ എൻഡ് ചെയ്യുന്നു, അതായത് തുടങ്ങുന്നു, എൻഡ് ചെയ്തു, സെമിക്കോളൻ ഇടുന്നു. സിയിലാണ് കണ്ടോ, രണ്ടിൻ്റെ സിൻടാക്സ് വ്യത്യാസം ഉണ്ട്. രണ്ടും വേറെ വേറെ നോക്കണം, പഠിക്കണം. ദെൻ ഓരോ എലമെൻറ്റും
ഓരോ റെക്കോർഡ് കമ്പോണൻസിനെ നമ്മൾ ഫീൽഡ് എന്നാണ് പറയുന്നത്. അതായത് ഈ കേസിലെ നെയിം ഒരു ഫീൽഡാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരൊറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരൊറ്റ റെക്കോർഡുള്ളിൽ പല ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. ഹെട്രോജീനസ് ഡേറ്റ എലമെൻറ്റ്സ് ആണ് അല്ലേ? അതെങ്ങനെയാണ് ഹെട്രോജീനസ് ആയി? ബിക്കോസ് ദർ ടൈപ്സ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. ക്യാർ, ഇൻറ്റ്, ഡബിൾ, ബൂൾ, കണ്ടോ, ശ്രദ്ധിച്ചോ. എന്നിട്ട് പക്ഷേ ഈ ഒരു ഹെട്രോജീനസ് എലമെൻറ്റ്സ് റിലേറ്റഡും ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു എലമെൻറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ എടുത്തു വെച്ചേക്കണേ. ഇങ്ങനെ ഒരു കാര്യത്തിനാണ് റെക്കോർഡ് യൂസ്ഡ് ആവുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു വന്നത്, ഈ റെക്കോർഡിലെ ഓരോ കമ്പോണൻസിനെ ഫീൽഡ് എന്ന് വിളിക്കും. ആ ഓരോ കമ്പോണൻസിനെ ആക്സസ് ചെയ്യാൻ മെയിൻലി ഡോട്ട് നൊട്ടേഷനാണ് ഉപയോഗിക്കാറ്. ലൈക്ക് എക്സാമ്പിൾ സി, ഡോട്ട് നൊട്ടേഷൻ വെച്ച് നമുക്ക് ഫീൽഡ് കമ്പോണൻസ് ഓർ കമ്പോണൻസ് റെക്കോർഡ് കമ്പോണൻസ് ആയ ഫീൽഡിനെ നമുക്ക് ആക്സസ് ചെയ്യാം. എങ്ങനെ? ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, എലമെൻറ്റ് കോപ്പർ. ഫോർ എക്സാമ്പിൾ വി സേ ഒരു എലമെൻ്റ് ഉണ്ട്, ഈ സ്ട്രക്ചറിന് കറസ്പോണ്ടിങ് അതിൻ്റെ പേര് കോപ്പർ. ദെൻ അതിനകത്ത് നെയിം കണ്ടോ, നെയിമിനെ ആക്സസ് ചെയ്തേക്കണമെങ്കിൽ ഞാൻ കോപ്പർ ഡോട്ട് നെയിം ഓഫ് 0, അതായത് 2 ക്യാരക്ടേഴ്സ് അല്ലേ അതിന് പറ്റുള്ളൂ. അപ്പോൾ സി, ഫസ്റ്റ് വൺ സി, ദെൻ കോപ്പർ നെയിം ഓഫ് 1 യു. അതായത് സിയിലും പാസ്കലിനും ഇതുപോലെ ഡോട്ട് നൊട്ടേഷൻ വെച്ചാണ് ആക്സസ് ചെയ്യുന്നത്. ഫോർട്രാൻ ആണെങ്കിൽ പെർസെൻറ്റേജ്. ദെൻ കോബോൾ ആൻഡ് ആൽഗോൾ 68 ആണെങ്കിൽ അതിൻ്റെ ഓർഡർ റിവേഴ്സ് ആവും. അതായത് ആദ്യം കോപ്പർ ആയിരിക്കില്ല, ആദ്യം നെയിം, അതായത് ഫീൽഡ് നെയിം ആദ്യം വരും. നെയിം ഓഫ് കോപ്പർ, ആറ്റമിക് വെയിറ്റ് ഓഫ് കോപ്പർ. ദെൻ ML ആണ് ഈ ഹാഷ് വെച്ച്. ദെൻ ലിസ്പിലാണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. സോ ഇത് നോക്കണം, ആക്സസിങ് എലമെൻറ്റ്സ് ഇൻ റെക്കോർഡ്സ് ഇൻ വേരിയസ് ലാംഗ്വേജസ്. ദെൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് ടൈപ്പ് ഡെഫ്? ടൈപ്പ് ഡെഫ് എന്തിനാണ്? ഒരു പുതിയ ഡേറ്റ ടൈപ്പ്, ഒരു സ്ട്രക്ചറിന് ഒരു പുതിയ ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സി പോലുള്ള ലാംഗ്വേജിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു കീവേഡാണ് ടൈപ്പ് ഡെഫ്. ജസ്റ്റ് ഒന്ന് നോക്കുക. Then next topic is nested records. We can also nest records. അതായത് റെക്കോർഡ്സിനെ നെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ കണ്ടോ, there is one record namely or structure, സിയിലാട്ടോ. അപ്പോൾ സ്ട്രക്ചർ ഓർ, അപ്പോൾ ഫസ്റ്റ് റെക്കോർഡ് ഈസ് ഓർ ഫസ്റ്റ് സ്ട്രക്ചർ ഈസ് ഓർ. അതിൻ്റെ അകത്തെ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നെയിമാണ്, ഓഫ് ക്യാരക്ടർ ടൈപ്പ്, മാക്സിമം സൈസ് 30. അതിനുള്ളിൽ വേറൊരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ദിസ് നെസ്റ്റിംഗ്. ഓക്കെ, അതർ സ്ട്രക്ചർ, അതിനകത്ത് മെമ്പേഴ്സ് നെയിം ഉണ്ട്, ആറ്റമിക് നമ്പർ ഉണ്ട്, ആറ്റമിക് വെയിറ്റ് ഉണ്ട്, ദെൻ മെറ്റാലിക് ഉണ്ട്. ദെൻ അതിൻ്റെ ആ കേർലി ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. ദെൻ വി ആർ നെയിമിങ് ഇറ്റ് എലമെൻറ്റ്. ഓക്കെ, ആ ഇൻറ്റേർണലി നെസ്റ്റഡ് സ്ട്രക്ചറിൻ്റെ പേര് എലമെൻ്റ് എന്നാണ്. അത് പക്ഷേ നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, എലമെൻറ്റ് അണ്ടർസ്കോർ ഈൽഡഡ്. ഓക്കെ, അതതിൻ്റെ ഒരു രീതിയാണ്, ആ നെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ജനറൽ സിൻടാക്സ് ആണ്. പിന്നെ ആദ്യത്തെ സ്ട്രക്ചർ ഓർ എന്നുള്ളത് ക്ലോസ് ചെയ്തു, നമ്മൾ സെമിക്കോളൻ ഇട്ടു. ഓക്കെ, ഇതൊരു രീതി, ഇങ്ങനെ നെസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇത് അടുത്ത ഒരു ഓപ്ഷനാണ്. ഈ കേസിൽ നോക്കൂ, സ്ട്രക്ചർ ഓർ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് എലമെൻറ്റ് നെയിം സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് കൊടുത്തേക്കുന്നുണ്ട്. സ്ട്രക്ചർ എലമെൻറ്റ് ഈൽഡഡ്. കണ്ടോ, ഇങ്ങനെ അവസാന എലമെൻറ്റ് ഈൽഡഡിന് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയും കൊടുക്കാം, സ്ട്രക്ചർ എലമെൻറ്റ് ഈൽഡഡ്. ഇറ്റ് ഈസ് ഓൾസോ എ ഫോം ഓഫ് നെസ്റ്റിംഗ്. എന്നിട്ട് സ്ട്രക്ചർ ഓർ ക്ലോസ് ചെയ്ത് എന്നിട്ട് മാലക്കൈറ്റ് വിളിച്ചേക്കാണ്. മാലക്കൈറ്റ് മീൻസ് എന്താ? ഈ സ്ട്രക്ചർ ഓറിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് പറഞ്ഞ എലമെൻ്റ് ആണ്. ദെൻ ആ ഓറിനകത്ത് വരുന്ന തന്നെ, അതായത് ആ ഓറിനകത്ത് നെയിം ഉണ്ടല്ലോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് എലമെൻ്റ് ആണ് മാലക്കൈറ്റ്. അപ്പോൾ സ്ട്രക്ചർ ഓറിനകത്ത് ഓക്കെ എലമെൻറ്റ്സ് ഉണ്ടാവും വിത്ത് ദീസ് ഡീറ്റെയിൽ. എലമെൻ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറും ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ പിന്നെ ഓർസ് ഉണ്ട്, മാലക്കൈറ്റ്, അങ്ങനെ പല ഓർസും ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ 2 രീതിയിലുള്ള നെസ്റ്റിങ്ങും വന്നിട്ടുണ്ട്. ഇതിനകത്തൊരു സിംഗിൾ ഫോം ഓഫ് നെസ്റ്റിംഗ് ഇതിനകത്തുണ്ടോ, 2 ഓപ്ഷൻ. ഇനി ആക്സസിങ്. ഓക്കെ, ആക്സസിങ് ഫീൽഡ്സ് ഓഫ് നെസ്റ്റഡ് റെക്കോർഡ്സ്. ഫോർ എക്സാമ്പിൾ ഈ കേസിൽ നമ്മൾ ഓറിന് നമ്മൾ മാലക്കൈറ്റ് എന്ന് വിളിച്ചു. ദെൻ മാലക്കൈറ്റ് ഡോട്ട് എലമെൻറ്റ് ഈൽഡഡ് ഡോട്ട് ആറ്റമിക് നമ്പർ. കണ്ടോ, സിയിലാണെങ്കിൽ ഡോട്ട് ഓപ്പറേഷനാണ്, പാസ്കലിലാണെങ്കിൽ ഡോട്ടാണ്, കോബോളിലാകുമ്പോൾ അണ്ടർസ്കോറായി, ML ആയപ്പോൾ ഹാഷായി, ലിസ്പിലായപ്പോൾ ഓർഡർ തിരിച്ചിട്ടിട്ട് ബ്രാക്കറ്റ് കയറ്റി. കണ്ടോ, ആ ആക്സസിങ് ഫീൽഡ്സിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതും നോക്കണം ഓരോ ലാംഗ്വേജിൽ എങ്ങനെയാണ്. പിന്നെ MLൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും റെക്കോർഡ് എലമെൻറ്റ്സ് സ്പെസിഫൈ ചെയ്യാം. അതായത് ഓർഡറിങ്. ഇപ്പോൾ ഈ കേസിൽ നിങ്ങൾക്കറിയാം, ഈ റെക്കോർഡിൽ ആദ്യം എങ്ങനെയാണ് നെയിം വന്നേക്കുന്നു, പിന്നെ ആറ്റമിക് നമ്പർ, വെയിറ്റ്, ദെൻ മെറ്റാലിക് ആണോ അല്ലയോ എന്നുള്ളത്. പക്ഷേ ആ ഓർഡറിൽ തന്നെ നമുക്ക് സ്പെസിഫൈ ചെയ്യുന്നില്ല, ML മാത്രം. ബാക്കി എല്ലാ ലാംഗ്വേജിനും ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ML ടപ്പിൾസിൻ്റെ കേസിൽ അങ്ങനെ ഒരു കാര്യമില്ല. അത് നോട്ട് ചെയ്യണം. ML ഓർ മെറ്റാ ലാംഗ്വേജ്. ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ മെമ്മറി ലേ ഔട്ട്. ഈ സാധനം എങ്ങനെ, റെക്കോർഡിനെ എങ്ങനെയാണ് നമ്മൾ മെമ്മറി പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ എപ്പോഴും ഓർക്കുക, ഫീൽഡ്സ് ഓഫ് എ റെക്കോർഡ് അഡ്ജസൻറ്റ് ലൊക്കേഷൻസ് ഇൻ മെമ്മറി. അങ്ങനെ, അതായത് റെക്കോർഡ് എടുത്ത് തുടങ്ങുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ഫീൽഡെല്ലാം അടുക്കിയിട്ട്, അതായത് അഡ്ജസൻ്റ് ആയിട്ട് തന്നെയാണ് സേവ് ചെയ്യണത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു അഡ്രസ്സ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, കമ്പൈലറിനെ സംബന്ധിച്ച് കമ്പൈലർ ഒരു സിമ്പിൾ ടേബിൾ കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ സിമ്പിൾ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓഫ്സെറ്റ് കിട്ടും. അതായത് ഇപ്പോൾ ഇതൊരു ആ കറസ്പോണ്ടിങ് നമ്മൾ കണ്ട സ്ട്രക്ചർ കണ്ടോ, അതിൻ്റെ കറസ്പോണ്ടിങ് മെമ്മറി ലേ ഔട്ടാണിത്. അതായത് ആദ്യം നെയിം, പിന്നെ ആറ്റമിക് നമ്പർ, പിന്നെ വെയിറ്റ്, പിന്നെ മെറ്റാലിക്.
അപ്പോൾ ഈ കമ്പൈലറിൻ്റെ സിമ്പിൾ ടേബിളിനകത്ത് മിക്കവാറും നെയിം അല്ലെങ്കിൽ ആറ്റമിക് നമ്പർ അല്ലെങ്കിൽ ആറ്റമിക് വെയ്റ്റിൻ്റെ എന്തുണ്ടാവും ഓഫ്സെറ്റ് കാണും. അപ്പോൾ യൂസിങ് എ സ്യൂട്ടബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് അഡ്രസ്സിംഗ് മോഡ് ക്യാൻ കാൽക്കുലേറ്റ് ദ കറസ്പോണ്ടിങ് അഡ്രസ്സ്, എവിടെയാണ് ഏത് ഫീൽഡിൻ്റെ അഡ്രസ്സ് എവിടെയാണ് അത് തുടങ്ങുന്നത് എവിടെയെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി ഇതിനകത്ത് പറഞ്ഞേക്കണത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ പാക്ഡ് ആയിട്ട് വെക്കുമ്പോൾ, അതായത് ആദ്യം നെയിം, പിന്നെ ആറ്റമിക് നമ്പർ, ആറ്റമിക് വെയ്റ്റ്, മെറ്റാലിക്, ഇതിൻ്റെ ടൈപ്പ് വ്യത്യാസമുണ്ട്. ഇതൊരു 32 ബിറ്റ് മെഷീൻ്റെ പടമാണ് ഇവർ വരച്ച് വെച്ചേക്കുന്നത്. സോ നെയിമിന് നിങ്ങൾക്ക് അറിയാം ഇറ്റ് ഈസ് ഓഫ് ടൈപ്പ് എന്താണ്, ഇതേ കിടക്കുന്നു ക്യാറാണ്. അപ്പോൾ 2 ബൈറ്റ്സ് വേണം. അപ്പം നെയിം 2 ബൈറ്റ്സ് എടുത്താൽ റെസ്റ്റ് ഓഫ് ദ പോർഷൻ അവിടെ ആ 2 ബൈറ്റ്സിൽ എന്തായാലും ആറ്റമിക് നമ്പർ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇൻറ്റ് ആണ്, അതിന് 4 ബൈറ്റ്സ് വേണം. ഓക്കെ, അപ്പോൾ ആ സ്പേസ് അവിടെ ഹോളാക്കി ആ സ്പേസ് അവിടെ വേസ്റ്റേജ് ആയി. ദെൻ നെക്സ്റ്റ് അടുത്ത കോൺസിക്യൂട്ടീവ് 4 ബൈറ്റ്സിൽ അതായത് ആദ്യം 2 ബൈറ്റ്സിൽ നെയിം ഇൻകോപ്പറേറ്റ് ചെയ്തു, പിന്നെ 2 ബൈറ്റ്സ് ഹോളാക്കി വിട്ടു, പിന്നെ അടുത്ത് വരുന്ന 4 ബൈറ്റിലാണ് ആറ്റമിക് നമ്പർ പ്ലേസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ആറ്റമിക് വെയിറ്റ് ആണ്, അത് ഡബിളാണ്, അതിന് 8 ബൈറ്റ്സ് വേണം. അപ്പോൾ അതിന് കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത 8 ബൈറ്റ്സ് എടുത്ത് കൊടുത്തു. പിന്നെ വരുന്നത് എന്താണ്, മെറ്റാലിക്കാണ്. മെറ്റാലിക്കിന് 1 ബൈറ്റ് മതി, അതായത് ബിക്കോസ് ഇറ്റ് ഇസ് ഓഫ് ടൈപ്പ് ബൂളിയൻ. അപ്പോൾ 3 ബൈറ്റ്, 4 ബൈറ്റ് എൻറ്റയർലി ഈ അറേഞ്ച്മെൻറ്റിൽ വേസ്റ്റേജ് വരും. ഓക്കെ, താഴെ 3 പിന്നെ ആദ്യത്തെ 1, സോറി 2, 3 2 6. ഓക്കെ, അതായത് 5 ബൈറ്റ്, എക്സ്ട്രീംലി സോറി 3 + 2 5 ബൈറ്റ്സ് നമുക്കിവിടെ വേസ്റ്റേജ് വരും. അല്ലെങ്കിൽ അത് ഹോളായിട്ട് പോകും. അതായത് 2 ബൈറ്റ് എടുത്തു, ബാക്കി ഒരു 2 ബൈറ്റ് ഇവിടെ മിച്ചം വരും. പിന്നെ മെറ്റാലിക്കിൻ്റെ കേസിൽ ഓൺലി 1 ബൈറ്റ്, ദെൻ 3 + 2 is 5 ബൈറ്റ്സ്. അപ്പോൾ അത്രയും ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു മെമ്മറി ലേഔട്ട് പരിശോധിക്കുമ്പോൾ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നെസ്റ്റഡ് റെക്കോർഡ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഇഫ് എ ലാംഗ്വേജ് ഈസ് ഫോളോയിങ് എ വാല്യൂ മോഡൽ, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്കറിയാം ദർ ഈസ് എ ടി എന്ന് പറഞ്ഞൊരു മെയിൻ റെക്കോർഡുണ്ട്, അതിൻ്റെ ഉള്ളിൽ എസ് എന്ന് പറഞ്ഞ റെക്കോർഡ് നെസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ദെൻ നമ്മൾ ആദ്യം s1.n.j, അതായത് എന്ന് പറയുന്നത് എസിൻ്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തേക്കണേലും ഇറ്റ് ഈസ് ഓഫ് ടൈപ്പ് ടി, അല്ലെങ്കിൽ ആ ടി എന്ന് പറഞ്ഞ റെക്കോർഡിൻ്റെ ഒരു എന്താ പറയുക കണ്ടിന്യൂവേഷൻ, അതിൻ്റെ ഒരു വേരിയബിൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞേക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തേക്കണു, ഈ എസ്സിൽ വന്ന്, അതായത് ടി എന്ന് പറഞ്ഞ റെക്കോർഡ്, അതിൻ്റെ ഉള്ളിൽ എസ്, എന്നിട്ട് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ന് പറഞ്ഞ വേരിയബിൾ എസ്സിനകത്ത് ഡിഫൈൻ ചെയ്തു. ദെൻ വി ആർ പ്ലേസിങ് s1.n.j is equal to 0, എന്നിട്ട് s1 നമ്മൾ s2 അസൈൻ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ s2.n.j 7 ആക്കുന്നു, എന്നിട്ട് ഫൈനൽ വാല്യൂ പ്രിൻ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. ഈ വാല്യൂ മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ s1 s2 കോപ്പി ചെയ്യുമ്പം എന്താണ് സംഭവിക്കണേ, ആ എംബഡഡ് ടി അല്ലേ, ആ എംബഡഡ് ടി എന്ന് പറഞ്ഞ സാധനവും കോപ്പി ചെയ്തു. ആ വാല്യൂ അല്ല എംബഡ്, അതായത് ദ അസൈൻമെൻറ്റ് ഓഫ് s1 into s2 കോപ്പീസ് ദ എംബഡഡ് ടി. ദാറ്റ് മീൻസ് എന്താ പറയുക, സെക്കൻഡ് അസൈൻമെൻറ്റ് s2.n.j is equal to 7 എന്ന് പറഞ്ഞത് അവിടെ വാലിഡേറ്റ് ആയി പോകില്ല. ആദ്യത്തെ വാല്യൂ, അതായത് s1.n.jക്ക് ഒരു വാല്യൂ ഉണ്ട് 0, അത് അവിടെ നിൽക്കും. നെക്സ്റ്റ് എന്ന് പറയണത് എവിടെയൊക്കെയാണ് പോണത്, s2 എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻറ്റ്, അതിപ്പം ഈ ടി എന്ന് പറഞ്ഞ റെക്കോർഡിനെ സംബന്ധിച്ച് അറിയത്തില്ല. ഓക്കെ, അതിന് ഓൺലി അറിയാവുന്നത് s1.n.j, ആ ഒരു ഡയറക്റ്റ് അസൈൻമെൻറ്റ്, ആ വാല്യൂ അറിയുള്ളൂ. രണ്ടാമത് അതിനെ പിന്നെ വേറെ ഒരിടത്തേക്ക് അസൈൻ ചെയ്തു, പിന്നെ അതിൻ്റെ വാല്യൂ അത് ഇവിടെ അറിയുന്നില്ല. ഓക്കെ, അതാണ് ഈ വാല്യൂ മോഡലിൻ്റെ സ്പെഷ്യാലിറ്റി. പക്ഷേ ഈ കേസിൽ നോക്കിക്കുക, ഇഫ് എ ലാംഗ്വേജ് ഈസ് ഫോളോയിങ് എ റെഫറൻസ് മോഡൽ, എന്താ സംഭവിക്കുക, ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് 7 വരും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസൈൻമെൻറ്റ്, അതായത് s1 നമ്മൾ s1 ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ s2 ഈസ് ഈക്വൽ ടു s1 എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, ആ റെഫറൻസ് ആണ് കോപ്പി ചെയ്ത് പോണത്, വാല്യൂ അല്ല റെഫറൻസ്. അതായത് ഇപ്പോൾ 7 എന്ന് പറഞ്ഞിരുന്നത്, അതായത് s2 ഓർ എന്ന് പറഞ്ഞ ആ ഒരു ഇതിനകത്തേക്ക് 2 റെഫറൻസസ് കോപ്പി ചെയ്ത് പോകുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്, 2 വാല്യൂസ് കയറിപ്പോൾ, അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് റെഫറൻസ് അല്ലേ, ആ എൻവയോൺമെൻ്റ് ആണ് കയറിപ്പോകുന്നത്. അതായത് s2.n.j ഈ കേസിൽ നമുക്ക് s1.n.jയുടെ ഏലിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അസൈൻമെൻറ്റ്, അതാണ് റെഫറൻസ് വാല്യൂ മോഡലും തമ്മിലുള്ള വ്യത്യാസം. റെഫറൻസിൽ നിങ്ങൾക്കറിയാം ഒറ്റ വേരിയബിൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് 2 വാല്യൂസ് വരും. പക്ഷേ വാല്യൂ മോഡലിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ഫിഗർ മനസ്സിലോട്ട് വന്ന ഒരു വേരിയബിൾ ഒറ്റ വാല്യൂ അങ്ങനെയാണ് പോണേ. മറ്റടുത്ത് റെഫറൻസസ് ആണ് പാസ് ചെയ്യണേ. സോ ഈ നെസ്റ്റിംഗ് റെക്കോർഡ്സിൽ ഈ 2 വ്യത്യാസവും കൂടെ നിങ്ങളുടെ തലയ്ക്കകത്ത് വേണം. വിത്ത് ദിസ് എക്സാമ്പിൾ എങ്ങനെയാണ് റെഫറൻസ് മോഡലിൽ, എങ്ങനെയാണ് വാല്യൂ മോഡലിലാണെങ്കിൽ അസൈൻമെൻറ്റ് ഓഫ് s1 into s2 കോപ്പീസ് ദ എംബഡഡ് ടി. ഓക്കെ, എംബഡഡ് ടി മാത്രമേ കോപ്പി ആവുള്ളൂ, ആ വാല്യൂ കോപ്പി ആവുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ, അതായത് s2, ഇപ്പോൾ s1 ഈസ് ഈക്വൽ ടു s2 എന്ന് എഴുതി കഴിഞ്ഞാൽ രണ്ടുപേരും s2 ഈസ് ആൻ വാട്ട് ഏലിയാസ് ഫോർ s1.j. അപ്പോൾ ആ വാല്യൂസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് എ റെഫറൻസ് മോഡൽ.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ചാൽ അവിടെ ഹോൾസിൻ്റെ പ്രശ്നം വരും. സോ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് പാക്ഡ് റെക്കോർഡ്. അതായത് നിങ്ങൾ നോക്കിക്കേ, നേരത്തെ ഇവിടെ നെയിം 2 bytes എടുത്തു, ദെൻ ആ 2 bytes അവിടെ മിസ് ചെയ്തു, എന്നിട്ട് അടുത്ത കംപ്ലീറ്റ് 4 bytes എടുത്തിട്ടാണ് ആറ്റമിക് നമ്പർ കൊടുത്തത്. അതിന് പകരം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. നെയിം, ദെൻ ആറ്റമിക് നമ്പർ 4 bytes എടുത്തു, പിന്നെ ആറ്റമിക് വെയിറ്റ് 8 bytes എടുത്തു, ദെൻ മെറ്റാലിക്കിന് 1 byte എടുത്തു. സോ ഇങ്ങനെ ഒരു പാക്ഡ് റെക്കോർഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഹോൾസ് അല്ലെങ്കിൽ വേസ്റ്റേജ് ഓഫ് സ്പേസ് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്താൽ കോസ്റ്റ് ഭയങ്കരമാണ്. സോ ഒരു ഫീസിബിൾ സൊല്യൂഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വി നീഡ് ടു സോർട്ട് ഫീൽഡ്സ് അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് അലൈൻമെൻറ്റ്. ഓക്കെ, സൈസ് ഓഫ് അലൈൻമെൻറ്റിനനുസരിച്ച് നമ്മൾ ഈ ഫീൽഡ് സോർട്ടിങ് നടത്തണം. ഫോർ എക്സാമ്പിൾ ബൈറ്റ് അലൈൻഡ് ഫീൽഡിന് ആദ്യം, ദെൻ ഹാഫ് വേർഡ് അലൈൻ ഫീൽഡിന് രണ്ടാമത്, ദെൻ വേർഡ് അലൈൻ ഫീൽഡിന് മൂന്നാമത്, അങ്ങനെ ആ ഒരു ഓർഡറിൽ. അതിന് എക്സാമ്പിളാണ് ഇങ്ങനെ. അതായത് നെയിമിന് 2 byte അത് ആദ്യം വെച്ചു, ദെൻ മെറ്റാലിക്കിന് 1 byte അത് ആദ്യം പിന്നെ വെച്ചു, ദെൻ അത് കഴിഞ്ഞ് ഇപ്പോൾ എത്ര ഒറ്റ ബൈറ്റ് അവിടെ ഹോളായിട്ട് വെച്ചു, ദെൻ ആറ്റമിക് നമ്പർ വിച്ച് നീഡ്സ് എ 4 byte, ദെൻ ആറ്റമിക് വെയിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് നോക്കുമ്പോൾ, ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്താണ്, ഹോൾസ് കുറവാണ്. അതായത് ഒറ്റയ്ക്ക് ഒരു ബൈറ്റാണ് വേസ്റ്റേജ് വന്നിട്ടുള്ളൂ. പക്ഷേ ഇതാണ് നല്ലത്, പാക്ഡ് റെക്കോർഡാണ്. പക്ഷേ കോസ്റ്റ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലെ ഒരു ഫീസിബിൾ ഓപ്ഷനാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, വി ആർ അലൈനിങ്. എങ്ങനെയാണ് ഫീൽഡ് സോർട്ട് ചെയ്ത് വെക്കുന്നത്, എങ്ങനെ അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് അലൈൻമെൻറ്റ്. വി ആർ സോർട്ടിങ് ഫീൽഡ്സ് അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് അലൈൻമെൻറ്റ്. ദെൻ അസൈൻമെൻറ്റ് ആൻഡ് കമ്പാരിസൺ ഓഫ് റെക്കോർഡ്സ്. നമുക്ക് ഒരു റെക്കോർഡിലോട്ട് വാല്യൂ അസൈൻ ചെയ്യാം, കമ്പാരിസൺ പോസിബിൾ ആണ്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇടയിൽ നമുക്ക് റെക്കോർഡ്സ് കമ്പയർ ചെയ്ത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. C++ലാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ റെക്കോർഡ് ടൈപ്പിനെ എടുത്ത് പർട്ടിക്കുലർലി ചെക്ക് ചെയ്യാം. സോ അങ്ങനെ ഒരു പോസിബിൾ ഓപ്ഷൻസും ഉണ്ട് റെക്കോർഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്. പിന്നെ വരുന്നത് വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഡീപ്ലി നെസ്റ്റഡ് റെക്കോർഡിൻ്റെ കേസിലാണ് ഈ വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു ഉപയോഗം തന്നെ. അതായത് ഡീപ്ലി നെസ്റ്റഡ് റെക്കോർഡ്സ് ആണെങ്കിൽ നമുക്ക് അതിനകത്തൊരു ഫീൽഡിനെ, അതായത് ഡീപ്ലി നെസ്റ്റഡ് റെക്കോർഡിൽ ഒരു ഫീൽഡിൽ ആക്സസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ലെങ്തി ആയിട്ടൊരു സിൻടാക്സ് എഴുതേണ്ടി വരും. അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ വിത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ആ മുകളിൽ എഴുതിയേക്കുന്ന റൂബി ഡോട്ട് കെമിക്കൽ കോമ്പോസിഷൻ ഡോട്ട് എലമെൻറ്റ്സ് ഓഫ് 1 ഡോട്ട് നെയിം ഈസ് ഈക്വൽ ടു എ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് പകരം നമുക്ക് വിത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാൽ വിത്ത് റൂബി ഡോട്ട് കെമിക്കൽ കോമ്പോസിഷൻ ഡോട്ട് എലമെൻറ്റ്സ് ഓഫ് 1 ഡു. ഓക്കെ, അതായത് വൈൽ ഡു പോലെ ഉപയോഗിക്കാം. വിത്ത് ഡു കണ്ടോ, വിത്ത് പിന്നെ ഡൂവിനകത്ത് നമ്മൾ ആ ജസ്റ്റ് നെയിം, ആ ഏത് നെസ്റ്റിംഗ് ലെവലാണോ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് അതിനകത്തെ ആ കറസ്പോണ്ടിങ് എലമെൻറ്റ്സിൻ്റെ നെയിമും വാല്യൂയും കൂടെ കൊടുത്താൽ മതി. ഇത് പാസ്കലിലാട്ടോ ഇങ്ങനെ ഒരു കാര്യമുള്ള വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മൾ ഡീപ്ലി നെസ്റ്റഡ് റെക്കോർഡ്സ് ഇച്ചിരിയോടെ ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പാസ്കലിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അതും റെക്കോർഡ്സുമായിട്ട്, ആ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് റെക്കോർഡ്സ് ആണ്. റെക്കോർഡ്, നെസ്റ്റഡ് റെക്കോർഡ്, റെക്കോർഡിൻ്റെ സിൻടാക്സ്, ആക്സസിങ് ഫീൽഡ് ഇൻ ദ റെക്കോർഡ്, നെസ്റ്റിംഗ് എങ്ങനെയൊക്കെ ചെയ്യാം, പിന്നെ നെസ്റ്റഡ് റെക്കോർഡ്സിലെ എലമെൻറ്റ് എങ്ങനെ ആക്സസ് ചെയ്യാം, പിന്നെ അതിൻ്റെ മെമ്മറി ലേഔട്ടിനകത്ത് വരുന്ന ഇഷ്യൂസ്, ദെൻ പാക്ഡ് ലേഔട്ട് എന്താണ്, വാട്ട് ഈസ് ദ പോസിബിൾ മിനിമം ഓർ ഫീസിബിൾ സൊല്യൂഷൻ ഫോർ ഡൂയിങ് ദിസ് മെമ്മറി അറേഞ്ച്മെൻറ്റ്, ദെൻ റെഫറൻസ് മോഡലിലാണെങ്കിൽ റെക്കോർഡിൻ്റെ വാല്യൂസ് എങ്ങനെ ആക്സസ് ചെയ്യപ്പെടും, നെസ്റ്റഡ് റെക്കോർഡാണെങ്കിൽ വാല്യൂ മോഡലാണെങ്കിൽ റെക്കോർഡിൻ്റെ വാല്യൂസ് എങ്ങനെ ആക്സസ് ചെയ്യപ്പെടും, ഫൈനലി വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ റെക്കോർഡിൻ്റെ ഒരു പോർഷൻ കഴിഞ്ഞു. ദെൻ വി ആർ ഡീലിംഗ് വിത്ത് ദിസ് വേരിയൻറ്റ് റെക്കോർഡ്സ് ഓർ യൂണിയൻസ്. വാട്ട് ഈസ് എ വേരിയൻറ്റ് റെക്കോർഡ് അല്ലെങ്കിൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെ സിയിൽ എഴുതിയേക്കണ കണ്ടോ, ഈ ഓരോ ഫീൽഡിലും, ഈ യൂണിയനിലുള്ള ഓരോ ഫീൽഡിനെ നമ്മൾ വേരിയൻ്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് യൂണിയൻ ഇൻ IDD ബൂൾ ബി. ഇത് സ്ട്രക്ചർ പോലെ തന്നെയാണ്, കാരണം ഹെട്രോജീനസ് ഡേറ്റ വി ആർ ഗ്രൂപ്പിംഗ് ടുഗദർ. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓർഗനൈസേഷനിൽ ഒരൊറ്റ ഡേറ്റ അറ്റ് എ ടൈം ഒരു ഡേറ്റ ആയിരിക്കും വാലിഡ് ആയിട്ടുണ്ടാവുക. അതായത് പണ്ടത്തെ കാലത്തൊക്കെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ സ്ട്രക്ചർ എന്ന് പറഞ്ഞ് നമ്മളൊരു പോർഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ ഒരുപാട് മെമ്മറി സ്പേസ് അത് ഓക്യുപ്പൈ ചെയ്തു പോകും. കാരണം നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ് ആണ് അതിനകത്ത് വരുന്നത്. സോ അന്നേരം മെമ്മറി സ്പേസ് വേസ്റ്റേജ് വരും, കൂടുതലായിട്ട് വരുന്ന ഹോൾസിൻ്റെ ഇഷ്യൂ ഉണ്ട്. സോ ആ ഒരു കേസിലാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് യൂണിയൻസിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഓവറോൾ സൈസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സമയത്ത് ഒരാളാണ് ആക്റ്റീവായിട്ടുണ്ടാവുക. അപ്പോൾ ഈ കേസിലാണെങ്കിൽ നമ്മൾ പറയും DD എന്ന് പറഞ്ഞാണ് ഇതിനകത്ത് ഓഫ് ലാർജസ്റ്റ് സൈസ്. അപ്പോൾ അതായിരിക്കും ഇതിൻ്റെ ലാർജസ്റ്റ് മെമ്പറിൻ്റെ സൈസ് ആയിരിക്കും ഈ ഒരു യൂണിയൻ്റെ സൈസ്. അല്ലെങ്കിൽ DA ആയിരിക്കും അറ്റ് എ ടൈം ആക്റ്റീവ്. പിന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ അനുസരിച്ച് ഓർ പ്രോസസ്സിങ് അനുസരിച്ച് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഐദർ നമ്മൾ ഇന്ത്യൻ ആക്ടിവേറ്റ് ആക്കും. അപ്പോൾ ആണെങ്കിൽ ഇന്ത്യൻ്റെ സൈസ് ആയിരിക്കും ആ ഓവറോൾ യൂണിയന്. പിന്നെ അടുത്ത ബൂൾ എടുക്കുമ്പോൾ ബൂളിൻ്റെ സൈസ്. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ള സാധനമാണ് എന്താണ് വേരിയൻറ്റ് റെക്കോർഡ്സ് ഓർ യൂണിയൻസ്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ സിസ്റ്റം പ്രോഗ്രാംസ്.
Okay, we can do or allow same set of bytes to be interpreted in different ways at different types. Then storage and allocated space നെ നമുക്ക് അതായത് സ്പേസ് ഒരുപാട് നമുക്ക് ഫ്രീ കിട്ടും. Then to represent alternative sets of field in a record, അതായത് ഓൾട്ടർനേറ്റീവ്സ്, അതായത് ഒരു സമയത്ത് ഒരെണ്ണം ആക്റ്റീവ് ആകുന്നുള്ള അവസ്ഥയിൽ ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂണിയൻ ഉപയോഗിക്കാം. അങ്ങനെ രണ്ട് പർപ്പസസ്. ദെൻ ഈ ഒരു കമ്പാരിസൺ ടേബിൾ, സ്ട്രക്ചർ ആൻഡ് യൂണിയൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറൻഷിയേറ്റ്, സ്ട്രക്ചർ ആൻഡ് യൂണിയൻ. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ പോർഷൻ. അപ്പോൾ ഇത് ഈ പോർഷൻസ് നോക്കുക. അതായത് സെക്കൻഡ് മോഡ്യൂളിൻ്റെ ഒരു 2-3 ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തു ഈ ഒരു ലെക്ചറിനകത്ത്. അത് നന്നായിട്ട് നോക്കണം. ഇതിനകത്ത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും കൂടെ എനിക്ക് കാണിക്കാനുണ്ട്. കാരണം ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണിത്? ഓക്കെ, വാട്ട് ഈസ് സ്ട്രോങ്ലി ടൈപ്ഡ്, examples, then differentiate discrete and scalar types, then give 2 examples of the language that lacks a boolean type. I think നമ്മൾ module 1 തന്നെ കവർ ചെയ്തായിരുന്നു. പിന്നെ ടൈപ്പ് ക്ലാഷ് എന്താണ് വിത്ത് ആൻ എക്സാമ്പിൾ, ടൈപ്പ് ക്ലാഷ് അല്ലേ, വയലേറ്റിംഗ് റൂൾസ് ആണ് ടൈപ്പ് ക്ലാഷ്. ദെൻ വരുന്നതാണ് വിത്ത് എക്സാമ്പിൾസ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ സ്ട്രക്ചറൽ ആൻഡ് നെയിം ഈക്വലൻസ്. ഓക്കെ, ഇത് മാത്രം ഈ എഴുതി വെച്ചേക്കുന്ന ആൻസർ മാത്രം നിങ്ങൾ ഓപ്റ്റ് ചെയ്യരുത്. ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് പോലെ എഴുതിയിരുന്നുള്ളൂ ക്വസ്റ്റ്യൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, കണ്ടോ, കൺസിഡർ ദ ഫോളോയിങ് റെക്കോർഡ്സ് ഓഫ് എ പർട്ടിക്കുലർ ലാംഗ്വേജ്. അപ്പോൾ ഈ റെക്കോർഡ്സിന് മെമ്മറി ലേഔട്ട് വരയ്ക്കാൻ, അതായത് ഒരു റെക്കോർഡ്സ് ഫസ്റ്റ് വൺ യൂണിയൻ ഉണ്ട്, സ്റ്റുഡൻറ്റും ഉണ്ട്, ദെൻ സ്ട്രക്ട് സ്റ്റുഡൻറ്റും ഉണ്ട്, യൂണിയൻ സ്റ്റുഡൻറ്റും ഉണ്ട് അല്ലേ. അപ്പോൾ ഒരെണ്ണം സ്ട്രക്ചറും ഒരെണ്ണം യൂണിയൻ, രണ്ടിൻ്റെയും മെമ്മറി ലേഔട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 32 ബിറ്റ് അലൈൻഡ് മെഷീൻ. 32 ബിറ്റ് അലൈൻഡ് മെഷീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, ഇങ്ങനെയൊരു കേസിൽ 4 ബൈറ്റ് ആണ് വരുന്നത്. 32 ബിറ്റ് അല്ലേ, കണ്ടോ. ഈ ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഒരു 1 വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 ബൈറ്റ്സ് ആണ്. ഓക്കെ, 32 ബിറ്റ്സ് ആണ്, 4 ബൈറ്റ്സ്. കണ്ടോ, ഈ ഒരു ഫസ്റ്റ് ഫീൽഡ് ഈസ് 4 ബൈറ്റ്. ആറ്റമിക് നമ്പർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അത്, പിന്നെ ആറ്റമിക് വെയിറ്റിന് 2 4 ബൈറ്റ്സ്, ദാറ്റ് ഈസ് 4 + 4 8 അല്ലേ. സോ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ അതാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം, ശ്രദ്ധിച്ച്, ഓർണ സ്ട്രക്ചറും ഓർണ യൂണിയനാണ്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ അതിനനുസരിച്ച് വരയ്ക്കണം. ഇത് ഏതിൻ്റെ ആയിരിക്കും ഈ വരച്ച് വെച്ചേക്കുന്നത്? ഈ വരച്ച് വെച്ചേക്കണ സ്ട്രക്ചറിൻ്റെയാണ്. പക്ഷേ യൂണിയൻ്റെ വരയ്ക്കുമ്പോൾ അറ്റ് എ ടൈമിൽ അതായത് ആ ഫ്ലോട്ട് മാത്രം ആക്റ്റീവ് ആയാൽ മതി. ബിക്കോസ് നിങ്ങൾക്കറിയാം ആ യൂണിയൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് മെമ്പറിൻ്റെ സൈസ് ആയിരിക്കും. കണ്ടോ, അപ്പോൾ ഇത് വരയ്ക്കാൻ വരെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്, അതായത് റെക്കോർഡ്സ് സിൻടാക്സ്, ഇൻഡയറക്ട്ലി പറഞ്ഞാൽ റെക്കോർഡ്സ് എങ്ങനെ റെക്കോർഡ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ഹൗ റെക്കോർഡ്സ് ആർ റെപ്രസെൻറ്റഡ് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. കണ്ടോ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എഴുതണം, ഐദർ സി അല്ലെങ്കിൽ പാസ്കൽ. ദെൻ എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന്. ഇപ്പോൾ സിയിലാണ് നിങ്ങൾക്കറിയാം ഡോട്ട് ഓപ്പറേഷൻ വെച്ചിട്ടാണ് ആ റെക്കോർഡ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ ഓരോ എലമെൻറ്റിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ എഴുതണം വിത്ത് റെസ്പെക്ട് ടു മാർക്ക്. ആ വെയിറ്റേജ് അനുസരിച്ച് വേണം ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് പോർഷൻ അറിയാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ല, ഇത് ഇത്രയല്ല, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നോക്കി പഠിക്കണം. അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാൻ ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് നോട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.